നീരല്ലാതെങ്ങൾക്ക് പരലോകിൽ യാരും ജീവനാഥ. നീരല്ലാതെങ്ങൾക്ക് പരലോകിൽ ജീവനാഥ. നീര് അൻറീഹത്തിൽ വേറൊരു തെറ്റമില്ലേ പരനേ. നീര് അൻറീഹത്തിൽ വേറൊരു തെറ്റമില്ലേ പരനേ. സ്തോത്രം യേശുനാഥ, ഓ മക്കെന്നും സ്തോത്രം. സ്തോത്രം യേശുനാഥ, ഓ മക്കെന്നും സ്തോത്രം യേശുനാഥ. സ്തോത്രം செய்கின்றோம் மடியார் தீரும் நாமத்தின் ஆதரவு. സ്തോത്രം செய்கின்றோம். റോമൻ ലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം എല്ലാവരും ശബ്ദമുയർത്തി വായിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. ഒന്നുകൂടെ വായിക്കുക. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പ്രൈസ് ദി ലോർഡ്. വളരെ മനോഹരമായ ഒരു വാക്യം. ഒത്തിരി പ്ലസ് പോയിന്റുകൾ മാത്രമാണ് അതിൻ്റെ അകത്തുള്ളത്. ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. പറയൂ, ക്രിസ്തുയേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും. നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ട ഏക ഗണമുണ്ടെങ്കിൽ അത് ക്രിസ്തുവിലുള്ളവരാണ്. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ. ചേർന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ. പോരാ, ഒന്നുകൂടെ ശ്രമിക്കാമെങ്കിൽ കുറച്ചുകൂടെ ശബ്ദം ഉയർത്തി പറയാൻ കഴിയും. ക്രിസ്തുവിൽ. നാം ഇന്നായിരിക്കുന്നത് ക്രിസ്തുവിലാണ്. അതിൽ അഭിമാനമുള്ള എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? ഞാനാകുന്നത് കൃപയാലാണ്. ക്രിസ്തുവിലായിരിക്കുന്നവർക്കായി സ്തോത്രം. ക്രിസ്തുവിലായിരിക്കുന്നവർക്കായി സ്തോത്രം. ഓർത്ത് നോക്കിയാൽ പൊട്ടിക്കരയാനുള്ള 1000 അനുഭവങ്ങൾ ജീവിതം കൈമാറിയിട്ടുണ്ടെങ്കിലും ഇതിനിടയ്ക്ക് നിനക്ക് ഓർത്ത് ചിരിക്കാനും ചാടി തുള്ളാനും ഒരു വകുപ്പുണ്ട്. അത് ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. അത് ക്രിസ്തുവിലാണ്. പറയൂ. ഓ, 1-2 പേർക്ക് കൈ കൊടുത്ത് മുഖത്തോട്ട് നോക്കിയിട്ട് പറയാം, നിങ്ങൾ ക്രിസ്തുവിലാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ്. നിങ്ങൾ ക്രിസ്തുവിലാണ്. ഹല്ലേലൂയ. ഞാൻ രാവിലെ നമ്മുടെ ഹിന്ദി വർഷിപ്പിന് വന്നപ്പോൾ നമ്മുടെ സഹോദരങ്ങളോട് പറഞ്ഞിരിക്കുന്നത് ചിരിച്ചുകൊണ്ട് പ്രസംഗിക്കേണ്ട ഒരു ദിവസമാണെന്ന് ഞാൻ പറഞ്ഞു. കാരണം എൻ്റെ സന്ദേശം ക്രിസ്തുവിൽ എന്നുള്ള സന്ദേശമാണ്. അപ്പോൾ എൻ്റെ വൈഫ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് കാട്ടാക്കടയിൽ ഒരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയി. എല്ലാ ആഴ്ചയിലും മീറ്റിംഗ് ഉണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാര്യം ആ മീറ്റിങ്ങിന് 2 ദിവസം മുമ്പ് ആൾ മിണ്ടുന്നു പോലുമില്ല. അപ്പോൾ എനിക്ക് മനസ്സിലായി ഈ ശുശ്രൂഷിക്കുന്നവരുടെ വിഷമം എത്ര ഭയങ്കരമാണ്. കാര്യം മിണ്ടാതിരുന്ന് രാവിലെ 4 മണിക്കൊക്കെ മുട്ടുമടക്കി അങ്ങ് അന്യഭാഷയിൽ പ്രാർത്ഥന, വേദപുസ്തകം തുറന്നു വെച്ച് ഇരുന്ന് വായിക്കുന്നു, നടന്ന് വായിക്കുന്നു, ആരോടും മിണ്ടുന്നില്ല. കാര്യം എന്നാ? ശുശ്രൂഷിക്കണം, വചനം പ്രസംഗിക്കണം. ഇവിടെ ചവിട്ട് നാടകം കളിക്കാൻ പറ്റുകയില്ല. കാര്യം അവിടെ സ്റ്റേജിൽ കയറി നിൽക്കേണ്ടതാണ്. എല്ലാവരും ആഴ്ചയിൽ 1 വെച്ച് പ്രസംഗിക്കുന്നവരായിരുന്നു എങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് എന്നെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് പറഞ്ഞ്, ഞാൻ മീറ്റിങ്ങിന് പോവുക, ഒരു വാക്കൊന്ന് പ്രാർത്ഥിക്കണം. ഞാൻ വളരെ സന്തോഷത്തോടെ പുതപ്പിനടിയിൽ നിന്ന് എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്ന്. കാരണം സാധാരണ ഞാൻ പോകുമ്പം ഇങ്ങനെ കിടന്നുകൊണ്ട് കൈ കാണിക്കുന്ന ആളാണ്, വിട്ടോ എന്ന് ചോദിക്കുന്ന ഒരാളാണ്. അന്ന് ഞാൻ പുതപ്പിൻ്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്നിട്ട്, കർത്താവേ, നിൻ്റെ മകളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം, ശുശ്രൂഷകളെ ആദരിക്കണം, ആമേൻ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. ഇന്നോവ മൂവ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്കൊരു സന്തോഷം, കർത്താവേ, ഇങ്ങനെയൊക്കെ പകരം ചെയ്യുന്നൊരു ദൈവം ഉണ്ടല്ലോ. അപ്പോൾ കക്ഷി മീറ്റിങ്ങിന് വിളിച്ച ആളെ വിളിച്ചിട്ട് ചോദിച്ച്, നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലും പകരം വീട്ടാനുണ്ടായിരുന്നോ എന്ന് അവരെ വിളിച്ച് എന്ത് ചെയ്ത് ചോദിച്ചു. എനിവേ, ഏതായാലും അവർ തിരിച്ച് വിളിച്ച് പറഞ്ഞ ആൻസർ കേട്ടപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. പല മീറ്റിങ്ങുകൾ അവർ ബുക്ക് ചെയ്തു എന്നറിഞ്ഞപ്പോഴും എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി. ആ മീറ്റിങ്ങിൽ ഇരുന്ന് ഒത്തിരി പേർ കരഞ്ഞു എന്ന് കേട്ടപ്പോൾ എനിക്കൊത്തിരി സന്തോഷം തോന്നി. ക്രിസ്തുവിലായിരിക്കുന്നവർക്കായി സ്തോത്രം.
ഇനി അങ്ങോട്ടുള്ള നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളും ക്രിസ്തുവിലായിരിക്കട്ടെ, ക്രിസ്തുവിലായിരിക്കട്ടെ. എത്ര പേർ ആഗ്രഹിക്കും ഇനി അങ്ങോട്ടുള്ള ഓരോ നിമിഷവും ക്രിസ്തുവിൽ? ഞാൻ നിങ്ങൾക്ക് കൈമാറുന്നത് ക്രിസ്തുവിൽ നാം ആരാണ് എന്നൊരു തിരിച്ചറിവ് നമ്മുടെ അകത്തേക്ക് ദൈവം ഒരു വെളിപ്പാടായി നൽകിയാൽ ഇന്നത്തെ സഭായോഗത്തിൽ ദൈവം ധന്യമായി. നാം ആരാണ് ക്രിസ്തുവിൽ? ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്, ഹൂ യു ആർ ഇൻ ക്രൈസ്റ്റ്. ക്രിസ്തുവിൽ നീ ആരാണ് എന്ന ചിന്തയാണ് ഇന്ന് ആത്മാവ് നിൻ്റെ അകത്തേക്ക് വെക്കുന്നത്. നിങ്ങളൊരു സാധാരണക്കാരനല്ല, ക്രിസ്തുവിൽ നീ ഒരു സാധാരണക്കാരിയല്ല. അതെത്ര പേർ വിശ്വസിക്കും? ക്രിസ്തുവിൽ നീ ഒരു സാധാരണക്കാരനല്ല. ആൾക്കാർ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്, പന്ത് തട്ടുന്ന പോലെ ഇട്ട് തട്ടുന്നുണ്ട്, ഇതൊക്കെ ഞാൻ സമ്മതിച്ചു. പക്ഷെ ക്രിസ്തുവിൽ അങ്ങനെ നിന്നെ ഇട്ട് തട്ടാൻ സമ്മതിക്കുന്ന ഒരാളല്ല ദൈവം. ഇന്ന് ക്രിസ്തുവിലായി തീരുന്നവർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവം വിടുതൽ അയക്കാത്തത് കൊണ്ടല്ല നാം വിടുതൽ പ്രാപിക്കാത്തത്. ശ്രദ്ധിക്കുക, നമ്മുടെ കാഴ്ചപ്പാടുകളാണ് നമ്മെ മറ്റൊരു മണ്ഡലത്തിലേക്ക് ഉയർത്തിയെടുക്കുന്നത്. നിങ്ങളെ ഒരാൾ വിഷമിപ്പിക്കുന്നു എങ്കിൽ നിങ്ങൾ അതിനനുസരിച്ച് വിഷമിക്കുന്ന ഒരാളാണെങ്കിൽ ആ വ്യക്തി നിങ്ങളെ എപ്പോഴും വിഷമിപ്പിച്ചുകൊണ്ടേയിരിക്കും. മനസ്സിലായില്ല? ഒരാൾ നിങ്ങളെ വിഷമിപ്പിച്ചു, നിങ്ങൾക്കത് വിഷമമായി തീർന്നു. നിങ്ങൾ വിഷമിക്കുന്നു എന്ന് കണ്ടാൽ ആ വ്യക്തിയിലുള്ള പിശാച് നിങ്ങളെ പിന്നെ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? മനസ്സിലായോ സഹോദരിമാരെ? ഹല്ലേലൂയ. നിങ്ങളൊരാൾ വേദനിപ്പിച്ചു, നിങ്ങൾ വേദനിച്ചു, വിഷമിച്ചു, തകർന്നു പോയി. ഇത് ആ വ്യക്തി കണ്ടു കഴിഞ്ഞാൽ പിന്നെയും ആ വ്യക്തിക്ക് നിന്നെ വേദനിപ്പിക്കാനുള്ള ടെൻഡൻസി കൂടും. പക്ഷേ ആ വ്യക്തി നിന്നെ വേദനിപ്പിക്കുമ്പോൾ നീ വാ തുറന്ന് പറയണം, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ട് വേദന ഒരു സൈഡിൽ കിടക്കും, ക്രിസ്തുവിൽ ഞാൻ ചാടിത്തുള്ളും. ഓ ഹല്ലേലൂയ. എല്ലാവരും കര ഉയർത്തി പറ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായത്തിൽ 1-2 വചനങ്ങളുണ്ട് ക്രിസ്തുവിൽ. ഞാൻ അതോടെ നിങ്ങൾക്ക് കൈമാറാം. ഫിലിപ്പിയ ലേഖനം ഒന്ന് തുറക്കാമോ? 4-ാം അധ്യായം 1-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയരും, അതെ, എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ, നിന്റെ നിലനിൽപ്പ് പോലും ക്രിസ്തുവിലാണ്. നീ നിലനിൽക്കുന്നത് എങ്ങനെയാണ്? കർത്താവിലാണ് നിലനിൽക്കുന്നത്. അതെത്ര പേർ സമ്മതിക്കും? അത് പിന്നെ സമ്മതിച്ചേ പറ്റൂ. കാര്യം ആ ഒരു നാമം ഇല്ലായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു നിലനിൽപ്പ് ഇവിടെ ഉണ്ടാകത്തില്ല. നീ നിലനിൽക്കുന്നത് തന്നെ ആരിലാണ്? ക്രിസ്തുവിൽ നിലനിന്നാൽ നിന്നെ അട്ടിമറിക്കാൻ ആർക്കും കഴിയത്തില്ല. നിന്റെ അഭിഷേകത്തിൻ്റെയും ദർശനത്തിൻ്റെയും വലിപ്പം വലുതാണെങ്കിൽ നിന്റെ പ്രതിസന്ധിയുടെ വലിപ്പവും വലുതായിരിക്കും. നിന്റെ ദർശനം വലുതാണെങ്കിൽ നിന്റെ പ്രോബ്ലവും വലുതായിരിക്കും. യെസ് ഓർ നോ? യെസ്. നിന്റെ അഭിഷേകത്തിൻ്റെ അളവ് വലുതാണെങ്കിൽ നിന്റെ പ്രതിസന്ധികളും വലുതായിരിക്കും. ഒന്നുകൂടെ കൈമാറാ. നിന്റെ കാഴ്ചപ്പാട് വലുതാണെങ്കിൽ അത്രയും വലിപ്പമുണ്ട് നിന്റെ പ്രതികൂലത്തിനും. എന്നാൽ ക്രിസ്തുവിലാ നിന്റെ നിലനിൽപ്പെങ്കിൽ മുഖം വാടാതെ നീ ദൈവത്തെ സ്തുതിക്കും. ആമേൻ. ഇവിടെ തന്നെ നോക്ക്, ദൈവസന്നിധി വന്നിരുന്ന് ആടുന്നു, പാടുന്നു, ചാടി തുള്ളി ആരാധിച്ച്, വചനം കേൾക്കുമ്പം കൈ ഉയർത്തി ചിലർ എഴുന്നേറ്റ് നിന്ന് ആരാധിച്ച്. ഇവരുടെ അകത്തേക്കൊന്ന് നോക്കിക്കേ. ഇങ്ങനെയൊന്ന് കൈ ഉയർത്താൻ പോയിട്ട് ഇങ്ങനെ കെട്ടിയിരിക്കാനേ അനുഭവം അനുവദിക്കുകയുള്ളൂ. പക്ഷെ ക്രിസ്തുവിലാകയാൽ കൈകെട്ടിയിരിപ്പ് നടക്കുകയില്ല. സെക്കൻഡ് കൊണ്ട് ഇതെല്ലാം അങ്ങ് മറക്കും. ഇവിടെ വായിക്കുക, ക്രിസ്തുവിൽ എങ്ങനെ എൻ്റെ സന്തോഷവും കിരീടവുമായുള്ളവരെ ഇങ്ങനെ കർത്താവിൽ നേരത്തെയൊക്കെ സാക്ഷ്യങ്ങൾ ഇവിടെ പിന്നെ അങ്ങനെ സാക്ഷ്യം പറയാൻ ടൈമില്ലാത്തതുകൊണ്ടാകട്ടോ. ടൈമുണ്ട്. നമ്മൾ എന്താ പറയുന്നത്? കഴിഞ്ഞ ഒരാഴ്ച തൊട്ടുകാലം കർത്താവ് എനിക്ക് നല്ലവനും വല്ലവനുമായിരുന്നു, വരാമായിരുന്ന ആവർത്തനർത്ഥങ്ങളിൽ നിന്നെല്ലാം കർത്താവ് എന്നെ വിടുവിച്ചു. നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എൻ്റെ നിലനിൽപ്പിന് വേണ്ടി എന്ത് ചെയ്യണം? എന്താ വേണ്ടാതെ? നമ്മൾ അങ്ങനെ അവസാനം എന്ത് ചെയ്യും? എൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രാർത്ഥിക്കണം. ഇതാരാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും അല്ല, ആരും പറഞ്ഞു തന്നിട്ടില്ല. നമ്മുടെ ബ്ലഡിൽ അങ്ങനെ ഉണ്ട്, നമ്മുടെ ബ്ലഡിൽ അങ്ങനെ ഉണ്ട്. എന്താ വേണ്ടാതെ? ചേർന്ന് പറയാം, നിലനിൽക്കുക. പറയൂ സഹോദരങ്ങളെ, ഞാൻ നിലനിന്നാലേ എനിക്കൊരാളെ നിർത്താൻ പറ്റൂ. യെസ് ഓർ നോ?
എൻ്റെ അനുഭവങ്ങളൊക്കെ എനിക്ക് നിലനിൽക്കാൻ പറ്റാത്തതാണെങ്കിൽ ഞാനെങ്ങനെ നിങ്ങളെ നിലനിർത്തുന്നത്? ആദ്യം നീ തന്നെ നിലയ്ക്ക് നിൽക്കുക. ക്രിസ്തുവിൽ ഒന്ന് നിന്നേ. ക്രിസ്തുവിൽ നിനക്ക് നിൽക്കാൻ പറ്റും. ബൈബിൾ പറയുന്നൊരു വാക്യമുണ്ട്, ഇവിടെ അകത്തിരിക്കുന്ന ദൈവമക്കളെല്ലാം സ്നാനപ്പെട്ടവരാണ്. ഗലാത്യ ലേഖനത്തിൽ സ്നാനത്തെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് ക്രിസ്തുവിനെ ധരിക്കുക എന്നുള്ളതാണ്. സ്നാനത്തിൽ നിങ്ങൾ ക്രിസ്തുവിനെ അവരുടെ ഡ്രസ്സ് ഒന്ന് പിടിച്ചേ. നിങ്ങളുടെ ശരീരം കാണാതെ വണ്ണം ഡ്രസ്സ് നിങ്ങൾ എന്ത് ചെയ്തിരിക്കുക? ഇതുപോലെ ക്രിസ്തുവിനെ എന്ത് ചെയ്തിരിക്കുക? പറ, ധരിച്ചിരിക്കുന്നു. ഒന്നുകൂടെ പറ, ധരിച്ചിരിക്കുന്നു. എങ്കിൽ നിങ്ങളകത്തും ക്രിസ്തു നിങ്ങളെ കവർ ചെയ്തു. പറയൂ ആമേൻ. ഒന്നുകൂടെ പറ ആമേൻ. ഇങ്ങനെ കുറേ ആശയങ്ങൾ അകത്തോട്ട് കയറിയാൽ ഈസി ആയിട്ട് പിശാചോട് പറ, നീ പോടാ, വേറെ പണി നോക്ക്, എന്നെ തൊടാൻ കഴിയില്ല, തൽക്കാലം ഞാൻ ആൾ വേറെയാണ്. ഈസി ആയിട്ട് നിൻ്റെ മെൻ്റൽ മേഖലകളെ നിനക്ക് ഇന്ന് രാവിലെ ജയിക്കാൻ കഴിയും. സഹോദരിമാരെ, സഹോദരങ്ങളെ, എപ്പോഴും തലകുനിച്ചും എപ്പോഴും വിഷമിച്ചും എപ്പോഴും വേദനിച്ചും എപ്പോഴും ചിന്താകുലമായൊരു മണ്ഡലത്തിൽ കണ്ണുനീരോടെ ഇരിക്കുന്നത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒത്തിരി അച്ചാച്ചന്മാർ മണ്ണിലുണ്ട്. അവരുടെ മുമ്പിൽ ഒന്നും നീ ചിരിക്കണം, നീ സന്തോഷിക്കണം എന്നൊന്നും ആർക്കും ആഗ്രഹമില്ല. പലരുടെയും മുമ്പിൽ നിൻ്റെ നിയമം മാത്രം വ്യത്യസ്തമാണ്. എല്ലാവരുടെയും നിയമം ഒന്നാണെങ്കിലും നിൻ്റെ നിയമം വ്യത്യസ്തമാണ് എല്ലാവരും ചിന്തിക്കുന്നത്. പക്ഷേ ആത്മാവ് പറയുക, ഇനി അതും ഇതും നോക്കി നിൽക്കാൻ ക്രിസ്തുവിലുള്ള ഒരാൾക്ക് നേരമില്ല. യേശു വരാൻ സമയമായി. അല്പം ഷോർട്ട് ടൈമേ ഇനി നിൻ്റെ മുമ്പിലുള്ളൂ, വളരെ ഷോർട്ട് ടൈം. ഈ ചെറിയ ടൈമിൽ ക്രിസ്തുവിൽ ഞാൻ ആത്മാവിൽ നിലനിൽക്കുമെന്ന് ഉറപ്പിക്കുന്നവർ കരങ്ങൾ ഉയർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഹല്ലേലൂയ. അടുത്ത വരിയും നോക്കിക്കേ, 2-ാം വാക്യം 4:2 ഫിലിപ്പിയർ. കർത്താവിൽ ഏക ചിന്തയോടിരിപ്പാൻ. നോക്കിക്കേ, നമ്മുടെ ചിന്തകൾ പോലും ക്രിസ്തുവിൽ. പറ, ക്രിസ്തുവിൽ. ചില ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ സെയിം മൈൻഡ്, ഒരേ മനസ്സോടെ ഇരിപ്പാൻ. കർത്താവിലുള്ളവർക്ക് പല മനസ്സില്ല, ഒറ്റ മനസ്സേ ഉള്ളൂ. ചേർന്ന് പറഞ്ഞേ ആമേ. രക്ഷിക്കപ്പെട്ട് ദൈവകൃപയിലേക്ക് വരുന്നൊരു ദൈവമക്കൾക്ക് അങ്ങനെ ഒരു ക്രിസ്തുവിൻ്റെ മനസ്സ്, ഒരു സെയിം മൈൻഡ്, ബേസിക്കലി നല്ലൊരു മനസ്സുള്ളവർക്കായി ദൈവത്തെ സ്തുതിക്കുകയാ. എല്ലാവരും അറിയണം, അടിസ്ഥാനപരമായി ഒരു നല്ല മനസ്സ്. എങ്ങനെ? അടിസ്ഥാനപരമായി ഒന്ന് പറഞ്ഞേ. ആ ബേസിക്കലി കിടക്കുന്ന മൈൻഡ്, ക്യാരക്ടർ ക്ലിയർ ആണെങ്കിൽ നിന്റെ ഇടപെടൽ എപ്പോഴും ഒരുപോലെ ആയിരിക്കും. മാറി മാറി വരില്ല. മാറി മാറി വരുന്നെങ്കിൽ ഓർത്തോണം, അടിസ്ഥാനത്തിൽ തന്നെ പല സ്വഭാവം എന്ത് ചെയ്തിരിക്കുക. ഹല്ലേലൂയ. ഇന്ന് കർത്താവിനോട് പ്രാർത്ഥിക്കുന്നു, കർത്താവേ അടിസ്ഥാനപരമായി എനിക്ക് ഒരു മനസ്സ് തരണം. അങ്ങനെ നന്നാണല്ലോ, ചിരിക്കുന്നവനെ കണ്ടാലും കരയുന്നവനെ കണ്ടാലും പട്ടിണി കിടക്കുന്നവനെ കണ്ടാലും കാശുള്ളവനെ കണ്ടാലും മനസ്സൊന്നായിരിക്കും. ആൾക്കാരെ കണ്ടിട്ട് നീ പ്ലേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യല? എന്താ മിണ്ടാത്തെ? അടിസ്ഥാനപരമായി ഒരേ ഒരു ക്യാരക്ടർ, അടിസ്ഥാനപരമായി ഒരു സ്വഭാവം. മനസ്സിലാകുന്നവർ എത്ര പേരുണ്ട്? അങ്ങനെ വന്നുള്ള ഗുണം എന്താണെന്നറിയോ? ജീവിതത്തിലെ ഏത് പ്രതിസന്ധികളുടെ നടുവിൽ നിന്റെ ടോക്കിംഗ് ടോൺ ഒരുപോലെ ആയിരിക്കും. അവിടെ നീ ഒരു പുലി ചാടി വീഴുന്ന പോലെ നീ ചാടി വീടില്ല. അടിസ്ഥാനപരമായുള്ളൊരു നല്ല ക്യാരക്ടർ ബിൽഡപ്പ് ചെയ്തവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ആ സമയത്ത് ചിരിക്കുന്നവനെ കണ്ടാൽ നിനക്ക് അവിടെ അടുത്ത് ചെന്നിട്ട് സന്തോഷത്തോടെ ചിരിക്കാൻ, കരയുന്നവനെ കണ്ടാൽ സന്തോഷത്തോടെ അടുത്ത് ചെന്ന് കരയുവാൻ, കുഷ്ഠരോഗിയെ കണ്ടാൽ തൊട്ട് സുഖമാക്കുവാൻ, വിശക്കുന്നവനെ കണ്ടാൽ ഭക്ഷണം കൈമാറും. ഇത് അടിസ്ഥാനപരമായി നിങ്ങളുടെ അകത്ത് ദൈവം വെച്ചിരിക്കുന്ന ഒരു ക്യാരക്ടറിൻ്റെ ലെവലാണെന്ന് അറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എനിവേ, അടുത്ത വരി കർത്താവിൽ വായിച്ച്. ഇനി അടുത്ത വാക്യം, 4-ാം വാക്യം. ക്രിസ്തുവിലായിരിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും എന്ത് ചെയ്യുക? എല്ലാവരും കറി ഉയർത്തി പറ, കർത്താവിൽ ഞാൻ എപ്പോഴും സന്തോഷിക്കും. പറയൂ, സന്തോഷിക്കും. ആമേൻ. എല്ലാം അനുകൂലമായിരിക്കുന്ന ഒരു പരിസ്ഥിതിയിൽ സന്തോഷിക്കുക എന്നുള്ളത് മിരിയാമിൻ്റെ അഭിഷേകമാണ്. ചെങ്കടൽ മുറിഞ്ഞ് കിട്ടിയാൽ അപ്പം തന്നെ തപ്പെടുത്ത് എന്ത് ചെയ്യും? അതാരുടെ അഭിഷേകമാണ്? അതിന് പ്രത്യേകിച്ചൊരു അഭിഷേകത്തിൻ്റെ ആവശ്യമൊന്നും. ഒരു ചെങ്കടൽ മുറിഞ്ഞ് കിട്ടിയ ആർക്കാ? പുള്ളി തപ്പെടുത്താൽ നമ്മൾ PA50 എടുക്കും, ഇല്ലേ S970 എടുക്കും. എന്നാ വേണ്ടാത്ത? ചെങ്കടൽ മുറിഞ്ഞ് കിട്ടിയാൽ ആർക്കും സന്തോഷിക്കാം സഹോദര. പക്ഷെ ചെങ്കടലിൻ്റെ മുമ്പിൽ തപ്പെടുക്കാൻ പറ്റിയാൽ അതൊരു അഭിഷേകമാണെന്ന് തിരിച്ചറിയുന്നവർക്കായി സ്തോത്രം.
പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് സ്തോത്രം ചെയ്യാൻ കരുത്തുള്ള ദൈവമക്കൾക്കായി സ്തോത്രം. പ്രതിസന്ധിയെ കണ്ടുകൊണ്ട് 10 അന്യഭാഷകളിൽ ദൈവത്തോട് സംസാരിക്കാൻ കൃപയുള്ള ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ക്രിസ്തുവിൽ സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കുക, ക്രിസ്തുവിൽ സന്തോഷിക്കുക. കം ഓൺ, ക്രിസ്തുവിൽ സന്തോഷിക്കുക. നേരത്തെ കർത്താവിന്റെ ദാസൻ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ ഒടിഞ്ഞും തൂങ്ങിയിരിക്കുന്നൊന്നുമില്ല. ക്രിസ്തുവിൽ നല്ല സിംഹക്കുട്ടികളാണ്. ക്രിസ്തുവിൽ സഹതാപതരംഗങ്ങളില്ല. ക്രിസ്തുവിൽ ഗർജിക്കുന്ന സിംഹങ്ങളാണ്. ഓ ഹോ ഹോ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, ഈ ക്രിസ്തുവിനെ ധരിച്ചു, സ്നാനത്തിൽ ക്രിസ്തുവിനെ ധരിച്ചു എന്ന് നമ്മൾ പങ്കുവെക്കുന്നു. ഈ പലപ്പോഴും സ്നാനപ്പെടാത്തവരെ നോക്ക്, അവർ നമ്മളുടെ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ അവർ കുറച്ചും കൂടിയൊക്കെ വില്ലിങ്ങായി നിൽക്കുന്നത് കാണാൻ കഴിയും. സ്നാനപ്പെട്ട നമ്മൾ എന്ത് ചെയ്യുക? പറയൂ. സ്നാനത്തിൽ നമ്മുടെ ഉള്ള ജീവൻ പോയി, സ്നാനത്തിൽ നമ്മുടെ ഉള്ള കരുത്ത്. പറയാമേ, കണ്ടില്ലേ? ആ സഹോദരി ഇവിടെ വന്ന് പറഞ്ഞു കണ്ടില്ലേ? എല്ലാ വേദന എനിക്കറിയാം. പുള്ളിക്കാരി പറഞ്ഞ പല കാര്യങ്ങളും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ല. ശരിക്കും ഞാൻ അനുഭവിച്ചു, ഒറ്റപ്പെട്ടു. എല്ലാം എനിക്കറിയാം, സകല വേദന എനിക്കറിയാം. നമ്മളാണെങ്കിലോ ഒടിഞ്ഞു കുത്തി ദുഃഖത്തിൻ്റെ പാനപാത്രം കർത്താവിൻ്റെ സന്തോഷത്തോടെ അത് വാങ്ങി ഞാൻ എന്ത് ചെയ്യും? പാടാതിരിക്കാൻ മേലാത്ത കൊണ്ടൊരു പാട്ട്. എന്തിനാ സ്നാനപ്പെട്ട നമ്മൾ? സ്നാനപ്പെട്ടവർ വേണം സ്നാനപ്പെടാത്തവരെ ബലപ്പെടുത്താൻ. സ്നാനപ്പെട്ടവർ വേണം സ്നാനപ്പെടാത്തവരെ യേശുവിൻ്റെ നാമം പറഞ്ഞ് ധൈര്യപ്പെടുത്താൻ. ഇന്ന് ക്രിസ്തുവിൽ നീ ഒരു കൊച്ചു കുഞ്ഞാടല്ല, നീ ഒരു സിംഹമാണെന്നൊരു ധാരണ അകത്ത് കയറുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാ. അപ്പം നിങ്ങൾ പറയും, പാസ്റ്റർ എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമില്ല. വേണ്ട, എൻ്റെ ഡിപ്പോസിറ്റ് 0 ഓക്കെ. എൻ്റെ ബാങ്ക് ബാലൻസ് ബിഗ് 0 ഓക്കെ. ഒത്തിരി കടം എനിക്ക് കൊടുത്ത് വീട്ടാനുണ്ട്. ഓക്കെ. പൗലൂസിനോട് ചെന്ന് പറ. പൗലൂസ് പറയും, അതെ ഞാൻ എഴുതിയതൊന്ന് വായിക്കാവോ? പറയും, എന്താ? ഒന്നുമില്ലാത്തവരെങ്കിലും എല്ലാം കൈവശമുള്ളവരെ പോലെ. എങ്ങനെയാണ്? ഒന്നും ഇല്ലാത്തവരെങ്കിലും എല്ലാം. ഒന്ന് പിടിച്ചേ, ആ മുഷ്ടി ഒന്ന് ചുരുട്ടി പിടിച്ചേ. അവകാശം പിടിക്കുന്നവർ പിടിച്ചെന്നേ. ഫ്രൈസ്തൽ. ഒന്നും ഇല്ലാത്തവർ എങ്കിലും എല്ലാം കൈവശമുള്ളവരെ പോലെ. നിങ്ങൾ ശ്രദ്ധിക്കൂ, ഒത്തിരി ആഗ്രഹങ്ങളുള്ളവർ ഈ ഭൂമിയിലുണ്ട്. ആഗ്രഹങ്ങൾ തീരാത്തവർ അവർ ടെൻഷൻ രോഗികളായിരിക്കും. ശ്രദ്ധിക്കുക, ആഗ്രഹങ്ങൾ തീരാത്തവർ. എന്നെ ശ്രദ്ധിക്കാമോ? എന്ത് തീരാത്തവർ? ആഗ്രഹങ്ങൾ തീരാത്തവർ അവരെപ്പോഴും നിരാശയ്ക്ക് അടിമയായിരിക്കും. ആഗ്രഹങ്ങൾ തീരാത്തവർക്കൊരു ചെറിയ പ്രോബ്ലം മതി, കാട് കത്തിക്കുന്ന വിഷയമായിരിക്കും അത്. മനസ്സിലായില്ല? മനസ്സിലാകുന്നത് വരെ വിശദീകരിച്ചു കൊണ്ടിരിക്കും ഞാൻ. 40 വയസ്സായി, എനിക്ക് 41 വയസ്സായി. 60 വയസ്സുകാർ ഇവിടെ ഉണ്ട്, 70 വയസ്സുകാർ ഇവിടെയുണ്ട്. സത്യവാ ഞാൻ പറയുന്നത്, നിങ്ങൾ സമ്മതിക്കാനെന്നേ ഉള്ളൂ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര വർഷം ജീവിച്ചിട്ടും ആഗ്രഹങ്ങൾ പൂവണിഞ്ഞില്ല എന്നുള്ള ഏക കാരണത്താൽ, ആഗ്രഹങ്ങൾ തീരാത്തതിനാൽ ജീവിതത്തോടുള്ള കൊതി തീരുന്നില്ല. കൊതി ജീവിതത്തോട് തീരുന്നില്ല എങ്കിൽ ആയുസ്സിൽ അഭിഷേകത്തിൽ നിനക്ക് കയറാൻ കഴിയില്ല. പറഞ്ഞു ആമേ. എപ്പോഴും ഓർക്കുക, ആഗ്രഹങ്ങൾ ഒത്തിരി ഉള്ളവർ പ്രശ്നക്കാരായിരിക്കും. നിങ്ങൾ ചെക്ക് ചെയ്തോ? പ്രശ്നം ഉണ്ടാക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? വീടുകളിൽ അല്ലെങ്കിൽ സഭകളിൽ ഇല്ലെങ്കിൽ സമൂഹങ്ങളിൽ ഓരോ മേഖലകളിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരെ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവരുടെ ആഗ്രഹങ്ങൾ തീരാത്തവരായിരിക്കും. ഇല്ല, ആഗ്രഹങ്ങളെ മുഴുവൻ സ്കാൻ ചെയ്തറിയുന്ന ഒരു മിഷൻ ഉണ്ടെന്നിരിക്കട്ടെ. അങ്ങനത്തെ മിഷൻ ഇല്ല, അതിനായി സ്തോത്രം. ബ്ലഡ് ചെക്ക് ചെയ്ത് റിസൾട്ട് തരുന്ന മിഷൻ ഉണ്ട്. കണ്ണുനീർ ടെസ്റ്റ് ചെയ്യുന്ന മിഷൻ. ഹല്ലേലൂയ. അപ്പൊ ആഗ്രഹങ്ങളെ മുഴുവൻ ടെസ്റ്റ് ചെയ്യുന്ന ഒരു സ്കാനിങ് മെഷീൻ ഉണ്ടെങ്കിൽ ആ മിഷൻ സുല്ലിടും. ഞാൻ വർക്ക് ചെയ്യുന്നില്ല ഇനി. കാര്യം എന്തൊരാഗ്രഹമാണ്. ഇത്രയും നാളായിട്ടും ആഗ്രഹങ്ങളൊന്നും എന്ത് ചെയ്യുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇന്ന് രാവിലെ ഞാൻ ബൈജു ബ്രദറിനോട്, ഞങ്ങളുടെ ബ്രദർ അനി എന്ത് ചെയ്യുക, അനി ഞാൻ പത്തനാപുരത്ത് നിന്ന് അനിക്കായി സ്തോത്രം.
അനിയോട് ഞാൻ പറഞ്ഞൊരു കാര്യം, എൻ്റെ അകത്ത് ആഗ്രഹങ്ങളുണ്ട്. അത് ചങ്ക് പൊളന്ന് മിഷൻ വെച്ച് നോക്കാമെങ്കിൽ ആഗ്രഹങ്ങൾ മുഴുവൻ വേലയോട് ബന്ധപ്പെട്ടായിരിക്കും. സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടുള്ള ആഗ്രഹങ്ങൾ അടുക്കി പെറുക്കി വെച്ചിരിക്കുകയാണ്. എന്താണ് മിണ്ടാത്തത്? അല്ലാതെ ഈ ഭൂമിയിൽ ആഗ്രഹങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. ചെറിയ ചെറിയ ആഗ്രഹം. ഇപ്പം നാളെ സാംബാസ്ട്രങ്ങ് കണ്ണടഞ്ഞു പോയി, അല്ലെ വിളിച്ചെന്ന് വെക്ക്, എൻ്റെ ഭാര്യയും 2 കുഞ്ഞുങ്ങളും ഇറക്കി വിടത്തക്കവണ്ണം ഒരു വാടക വീട്ടിലാണ് ഞാൻ താമസിക്കുന്നത്. സ്വന്തമായൊരു ചെറിയ വീടുണ്ടെങ്കിൽ സന്തോഷം. ഇതൊരു സന്തോഷമാണ്. ഉണ്ടെങ്കിൽ സന്തോഷം. അതില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് ഭാരപ്പെട്ട് എന്ത് ചെയ്യാറില്ല, നടക്കാറില്ല. പക്ഷെ കർത്താവ് വീട് തരും. അതെന്നേക്കാളും ആഗ്രഹം ആ പുള്ളിക്കാണ്. കാര്യം എന്നെ മാനിക്കുന്നവനെ ഞാൻ അത്രയേ ഉള്ളൂ. സഹോദരി, സഹോദര, ഭൗമിക മണ്ഡലത്തിൽ നിങ്ങൾ ആഗ്രഹങ്ങൾ തീരാത്തൊരാളാണെങ്കിൽ നിങ്ങളെന്നും പ്രോബ്ലം ക്രിയേറ്റ് ചെയ്യുന്നവരായിരിക്കും. തന്നെയുമല്ല, നിങ്ങളെന്നും നിരാശയിലായിരിക്കും. നിങ്ങൾ നിരാശയിലാകയാൽ നിങ്ങളുമായി കണക്ട് ചെയ്യുന്നവരുടെ മുഴുവൻ ആശ അതോടുകൂടെ തല്ലിക്കൊഴിയും. പക്ഷേ ക്രിസ്തുവിൽ, ഇൻ ക്രൈസ്റ്റ്, നിന്റെ ആഗ്രഹമെല്ലാം പൂവണിഞ്ഞു കഴിഞ്ഞു. ക്രിസ്തുവിൽ നീ ധന്യനാണ്. ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ നീ ഹാപ്പിയാണ്. യെസ് ഓർ നോ? ക്രിസ്തുവിൽ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ ആഗ്രഹങ്ങളെക്കാൾ അപ്പുറമായി അവൻ്റെ ദർശനങ്ങൾ എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ സഭയിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞില്ലെങ്കിലും ദർശനങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്യണം. കണ്ടോ ആ വരി? എത്ര പ്രാവശ്യം ഞാൻ അകത്ത് മസ്തിഷ്കത്തിൻ്റെ അകത്ത് പറഞ്ഞു കയറ്റിയിട്ടുണ്ട്. യെസ് ഓർ നോ? ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞില്ലെങ്കിലും ദർശനങ്ങളെല്ലാം. ഞാൻ ഒരു പ്രാവശ്യമെങ്കിലും ഇത് കേട്ടുള്ളവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? ആഗ്രഹങ്ങളെല്ലാം പൂവണിഞ്ഞില്ലെങ്കിലും ദർശനങ്ങളെല്ലാം ഫുൾഫില്ല് ചെയ്യണം. ഞാൻ നിങ്ങൾക്ക് കൈമാറുക, നിന്റെ മുഴുവൻ ആഗ്രഹങ്ങളെയും അഭിഷേകത്തിന് വേണ്ടി വലിച്ചെറിഞ്ഞ് ക്രിസ്തുവിൽ നീ ഒന്ന് കയറിക്കേ, ക്രിസ്തുവിൽ നീ ഒന്ന് ചിരിച്ചേ, ക്രിസ്തുവിൽ നീ ഒന്ന് സ്തോത്രം ചെയ്തേ, ക്രിസ്തുവിൽ നീ ഒന്ന് ആമേൻ എന്ന് പറഞ്ഞേ, ക്രിസ്തുവിൽ നീ ഒന്ന് ഹാപ്പി ആയിക്കേ, ക്രിസ്തുവിൽ നീ ഒന്ന് അന്യഭാഷയിൽ സ്തോത്രം ചെയ്തേ, ക്രിസ്തുവിൽ നീ ഒന്ന് നൃത്തം ചെയ്തേ, ക്രിസ്തുവിൽ നിന്റെ വേദനകളെ അവന്റെ സന്നിധിയിലേക്ക് കുടഞ്ഞു കളഞ്ഞ് എപ്പോഴും സന്തോഷിപ്പീൻ കർത്താവിൽ. ഈ സന്ദേശം തീരുന്നതിന് മുമ്പ് ഒരു അഭിഷേകത്തിന്റെ പകർച്ച ദൈവം ഇവിടെ പകരും. എന്താ ഇതിന്റെ അകത്ത്? ക്രിസ്തുവിലാണെന്നുള്ള വെളിപ്പാടുള്ള ചിലർ ഇരിപ്പുണ്ട്. ഞാൻ ക്രിസ്തുവിലാണെന്നൊരു കാഴ്ചപ്പാട് ഇതിന്റെ അകത്തുള്ളവർക്കുണ്ട്. അതുകൊണ്ട് പ്രശ്നത്തിന്റെ മീതെ, പ്രതിസന്ധിയുടെ മീതെ, പ്രതികൂലത്തിന്റെ മീതെ അവർ സ്തോത്രം ചെയ്യുകയാ. വേദനയുടെ മീതെ അവർ ആരാധിക്കുകയാ. പ്രതികൂലത്തിന്റെ മീതെ അവർ കൈയടിക്കുകയാ. കാര്യം അവർ ക്രിസ്തുവിലത്രേ. നിങ്ങൾ കണ്ടോ, ഈ സന്ദേശം കേൾക്കുമ്പോൾ നിങ്ങളുടെ അകത്തെ മനുഷ്യൻ അങ്ങോട്ട് എഴുന്നേക്കാൻ തുടങ്ങും. പുറത്തെ മനുഷ്യൻ എഴുന്നേക്കില്ല. പുറത്തെ മനുഷ്യൻ ഇന്നത്തെ സന്ദേശത്തോട് പിണങ്ങും. പുറത്തെ മനുഷ്യൻ തീർത്ത് പറയും ഇനി ആ സഭയിൽ പോകരുത്. അകത്തെ മനുഷ്യൻ പറയും ഞാൻ ആ സഭയിൽ നിന്ന് പോവുകയില്ല. എന്നാ കാര്യം? ആഗ്രഹം മൊത്തം പുറത്തെ മനുഷ്യനാ, ദർശനം മൊത്തം അകത്തെ മനുഷ്യനാ. എല്ലാവരും കറി ഉയർത്തപ്പോൾ. അതുകൊണ്ട് എൻ്റെ പുറമേയുള്ളവൻ ഇങ്ങനെ ക്ഷയിച്ചാലും എൻ്റെ അകമേയുള്ളവേ നാൾക്ക് നാൾ ബലപ്പെട്ടുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൽ ഇന്നൊന്ന് ബലപ്പെടാൻ പോകുക ദൈവമക്കൾ. ഇന്നത്തെ സന്ദേശം കാഹളനാദം വരെ മുഖം വാടാത്തൊരാത്മ മണ്ഡലത്തിലേക്ക് ജനത്തെ വലിച്ചെറിയാൻ പോകുക. കാര്യം നീ ആകുന്നത് ക്രിസ്തുവിലാണ്. പൗലോസ് പറയുന്നു, വീണ് കിടക്കുന്നവരെങ്കിലും പലരെ എഴുന്നേൽപ്പിക്കുക. ആമേൻ. ദരിദ്രരാണെങ്കിലും പലരെയും പറയൂ സമ്പന്നരാക്കുന്നു. എങ്ങനെ? ദരിദ്രരാണെങ്കിലും പലരെയും. ക്രിസ്തുവിൽ നീ നിന്നെ
ഒന്ന് അറിഞ്ഞേ, പലരെയും സമ്പന്നരാക്കേണ്ട ദരിദ്രർ ഇതിൻ്റെ അകത്തുണ്ട്. മനസ്സിലായില്ല? പലരെയും സമ്പന്നരാക്കേണ്ട ദരിദ്രർ ഇതിൻ്റെ അകത്തുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൂത് കേട്ട് നിങ്ങൾ ഇതൊന്ന് ചാടി പിടിക്കാമെങ്കിൽ ഉറപ്പായും ഈ ദൂതിൻ്റെ ഡെലിവറൻസ് എന്തെന്ന് നിന്റെ ലൈഫിൽ വെളിപ്പെട്ടിരിക്കും. പലരെയും സമ്പന്നരാക്കേണ്ട ദരിദ്രർ ഇതിൻ്റെ അകത്തുണ്ട്. ദരിദ്രരെങ്കിലും പലരെയും സമ്പന്നരാക്കുന്നവർ. ഓ ഹല്ലേലൂയ. എല്ലാവരും ചേർന്ന് പറ, ക്രിസ്തുവിൽ ഞാൻ ദരിദ്രനല്ല, പലരെയോ ഉറക്കെ പറ, പലരെയോ സമ്പന്നനാക്കുന്നവനത്രേ. നിങ്ങൾ ആത്മാവിലൊന്ന് പിടിച്ചാൽ മതി, ഇന്ന് സമ്പത്തിന്റെ കേട്ട് അഴിയുകയാ. ക്രിസ്തുവിൽ ദാസനെ പോലെ യാചിച്ച് നടക്കേണ്ടവനല്ല നീ. ക്രിസ്തുവിൽ അഭിഷേകത്തോടെ വാരി വിതറുവാൻ നിന്റെ മേൽ ക്രിസ്തീയ മേഖലയിൽ in Christ, come on, in Christ. Oh Rabba Saka Tal Garaba Shaka Tal Bana Rabba Saka Naba Datharaba Samthalaraba Rathalaba Rashamthalaba Ya Samaria Rakhanaya Samdara. പലരെയും സമ്പന്നരാക്കുന്ന ദരിദ്രരുടെ സഭയായി ഈ സഭ മാറട്ടെ. ആ അഭിഷേകത്തിന്റെ പകർച്ച നീ തിരിച്ചറിയണം. പലരെയും സമ്പന്നരാക്കുന്ന ദരിദ്രർ, എങ്കിൽ അവർ ദരിദ്രരല്ല. നമ്മൾ സമ്പത്തെന്ന് പറയുമ്പോഴത്തേനും വലിയ കാർ ഇങ്ങോട്ട് വന്ന് ഇറങ്ങണം, ഭയങ്കര വീട്, സെറ്റപ്പ്, പ്രോപ്പർട്ടി, ഇടുന്ന സ്വോത്രം കഴിച്ച 10 രൂപ. ഞാൻ എൻ്റെ ചർച്ചിൽ മീൻസ് ചെറിയ പ്രായങ്ങളിൽ കുമരത്തായിരുന്ന സമയത്ത് കണ്ട കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ചർച്ച ചെയ്ത് ഞാൻ പറയുന്ന ഒരു കാര്യം, ഞാൻ നിരുത്സാഹപ്പെടുത്തുമായിരുന്നു. ചില കാര്യങ്ങൾ വീട്ടു പ്രാർത്ഥന നടക്കുന്ന സമയത്ത് എല്ലാ ദൈവമക്കളും വരും, എല്ലാവർക്കും വന്ന് വീട്ടിൽ ഭക്ഷണം കൊടുക്കും. എല്ലാ വീടുകളിലുള്ളൊരു കാര്യമാണ്. 1 മണിക്കൂറോളം പാസ്റ്റർ അവിടെ നിന്ന് ചാങ്ക് പൊട്ടി പ്രസംഗിക്കും. കഷ്ടത സഹിഷ്ണുതയും സിദ്ധത പ്രത്യാശയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് കഷ്ടങ്ങളിൽ സന്തോഷിപ്പി. ഭക്ഷണത്തിന് 5000 രൂപ ചിലവ്, പാസ്റ്റർക്ക് കൊടുക്കുന്ന 50. എല്ലാ വിശ്വാസികൾക്കും ഭക്ഷണം കൊടുത്തപ്പോൾ ചിലവ് എത്രയായി? 5000. പാസ്റ്റർക്ക് കൊടുത്തത് എത്രയാ? 50. 1 മണിക്കൂർ കഷ്ടത സഹിഷ്ണുതയെയും വെച്ച് പൊട്ടിക്കുക. മയക്ക് വല്ലതും ഉണ്ടോ? ഓല പറപ്പിക്കുക. പാസ്റ്റർ താഴെ നിന്നുണ്ട് വന്ന. അപ്പം വിശ്വാസികളെല്ലാം പറയണം, ആ വീട്ടിൽ ചെന്നപ്പോൾ എല്ലാവർക്കും വയറ് നിറച്ച് അതിന് ഭക്ഷണം കഴിക്കാനില്ലാത്തവർ ഇങ്ങോട്ട് വരുന്നേ. നീ അറിയണം, റൂട്ട് അറിയണം, നിന്റെ വിടുതലിൻ്റെ മേഖല. ചേർന്ന് പറ ആമേൻ. ക്രിസ്തുവിൽ നീ ദരിദ്രനല്ല, ക്രിസ്തുവിൽ നീ സമ്പന്നനാണ്. എത്ര പേർ ഉറപ്പിക്കും അത്? ചങ്കട്ടടിച്ച് പറ, ക്രിസ്തുവിൽ ഞാൻ ദരിദ്രനല്ല. കാഴ്ചപ്പാട് മാറിയവർക്കായി സ്തോത്രം, കാഴ്ചപ്പാട് മാറിയവർക്കായി സ്തോത്രം. ക്രിസ്തുവിൽ ഞാൻ സമ്പന്നനാണ്, ക്രിസ്തു നിമിത്തം ഞാൻ സമ്പന്നനാണ്. ആദ്യം സമ്പത്ത് ഉണ്ടാകേണ്ടത് പേഴ്സിലല്ല, ഡിപ്പോസിറ്റിലല്ല. ആദ്യം സമ്പത്ത് ഉണ്ടാകേണ്ടത് ഹാർട്ടിലാണ്. റിച്ചായുള്ള ഹാർട്ടാണ് നിന്റെ വീട്ടിൽ സമ്പത്ത് കൊണ്ടുവരുന്നത്. എന്താണ്? ഒന്ന് പറഞ്ഞേ. ആദ്യം സമ്പത്താകേണ്ടത് ഏതാണ്? ഹൃദയം സമ്പത്താകണം. ഹല്ലേലൂയ. റിച്ചായുള്ളൊരു ഹൃദയം നിനക്കുണ്ടെങ്കിൽ വഴി തുറന്നു വരും. നമ്മൾ എത്ര ശ്രമിച്ചിട്ടും പൈസ നിൽക്കുന്നില്ല. കാര്യം എന്നാ? ഹൃദയത്തിലും ഒന്നും നിൽക്കുന്നില്ല. കഴിഞ്ഞ ആഴ്ച പ്രസംഗിച്ച മെസ്സേജ് ഏതാ? അത് ഓർത്തില്ല, മറന്നുപോയി. അത് റിച്ചായൊരു ഹാർട്ട് എല്ലാം കൊണ്ടുവരും. പറഞ്ഞേ ആമേൻ. ഞങ്ങളുടെ നീതുവിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ ദിവസം നടന്നപ്പോൾ ഞാനവിടെ പ്രസംഗിച്ചു. ഉത്തമഗീതത്തെക്കുറിച്ച് പ്രസംഗിച്ചിട്ട് അവിടെ പലരും ഇങ്ങനെ എന്നെ ഞെട്ടി ഇങ്ങനെ നോക്കുന്ന ഞാൻ കണ്ട്. അതേ ചോദിച്ചാൽ കാര്യം അവർക്ക് ഉത്തമഗീതം എന്നാന്ന് ഇറങ്ങിപ്പോരുമ്പോൾ ചിലരൊക്കെ എന്നോട് സംസാരിച്ചു. ഞാൻ പറഞ്ഞ എല്ലാം പുസ്തകത്തിലുള്ള, ഇതെല്ലാം എവിടെ ഉള്ള വനിതയും ബാലമംഗളം എല്ലാം ഹൃദയത്തിൽ കയറ്റി വെച്ചിരിക്കുക. ഉത്തമഗീതം എന്നാന്ന് അറിയത്തില്ല. എന്നിട്ട് പറയാം, സാമ്പത്തികമായിട്ട് ഞാൻ അങ്ങോട്ട് എന്ത് ചെയ്യുന്നില്ല, കൊണ്ടുതരും മനോരമയുടെ വനിത സമ്പത്ത്.
എടാ ഇതിൻ്റെ അകത്തുണ്ട് സമ്പത്ത്. നമ്പർ 1 സമ്പത്ത് യേശുവാണ്. ഒന്നാമത് സമ്പത്ത് യേശുവാണ്. അവൻ ഒറിജിനലായി നിന്റെ അകത്തുണ്ടെങ്കിൽ കാറ്റിളകി വന്നാലും നീ സ്തോത്രം പറഞ്ഞു പാടും. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ യേശു മാത്രം. അതൊരു പാടുണ്ടല്ലേ, ചാവിനെ വെന്നുയർത്തവൻ വാന ആണോ? നിങ്ങൾക്കറിയാതെ ഫ്രൈസില്ല പാടാല്ലേ? പാടിക്കാൻ പോൾസം പാസ്റ്റേ, എനിക്ക് അങ്ങോട്ട് വരുന്നില്ല. എത്ര നല്ല പാട്ടാ. എൻ്റെ സമ്പത്ത് എന്ന് ചൊല്ലുവാൻ വേറെ ഇല്ലൊന്നും. ഇനി ഞാൻ പാടിക്കോളാം. എനിക്ക് ആ വേട് കിട്ടാന്നില്ല, ഞാനിങ്ങനെ നിന്നെ കരങ്ങൾ അടിച്ച് അവിടെ നിന്ന് സ്വോത്രം ചെയ്യും. വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. ചാവിനെ വെന്നുയർത്താവൻ വാനലോകം അതിൽ ചെന്ന് സാധു എന്നെ ഓർത്തു നിത്യം നാഥനോടു യാചിക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. അതിൻ്റെ അടുത്തൊരു വരി ഇങ്ങനെയുണ്ട്, ഈ സമ്പത്തിന്റെ ആഴം. എൻ്റെ ദേശം ഈ ധരയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. എൻ്റെ ദേശം ഈ ഭൂമിയല്ല, അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു. മേലിൻ്റെ യെരൂശലേമെന്നെ ചേർത്തുകൊള്ളുവാനൊരുങ്ങി താൻ ശോഭയേറും വാതിലുകൾ എനിക്കായി തുറക്കുന്നു. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. ക്രൂശിൽ മരിച്ചീശനൻ പേർക്കായി വീണ്ടെടുത്തന്നെ സ്വർഗ്ഗകാനാൻ നാട്ടിലാക്കുവാൻ. പാപം നീങ്ങി ശാപം മാറി മൃത്യുവിൽ മേൽ ജയമേകി വേഗം വാരാം എന്നുരച്ച് താമയം തീർത്താശ നൽകി. എൻ്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും. അതിലെത്ര പേർ അഭിമാനം കൊള്ളുന്നുണ്ട്? എൻ്റെ കർത്താവ് സമ്പത്തായിട്ട് എൻ്റെ ഒപ്പം ഉണ്ടെന്ന് ഉറപ്പിക്കുന്നവർ. ഹുഡാലാബ ശബ്ദാരാധന. ക്രിസ്തു സ്വന്തമായി ഉണ്ട് എന്ന അഭിമാനമുള്ളവർ, ക്രിസ്തുവിലായിരിക്കുന്നവർക്ക് ഒരു സന്ദേശം ഞാൻ കൈമാറാൻ പോവാ. ഈ ഉയർത്തിയ കരങ്ങൾ ഉയർത്തി തന്നെ ഇത് പിടിച്ചോണം. നിനക്കാരുമില്ലാത്തൊരാളല്ല, നിനക്കൊരാളുണ്ട്. 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 ആരുമില്ലാത്തൊരനാഥയല്ല നീ, നിനക്കൊരാളുണ്ട്. ആരുമില്ലാത്തൊരനാഥനല്ല നീ, നിനക്കൊരാളുണ്ട്. അവന്റെ പേരത്രേ. അവനാ പറഞ്ഞ, ഞാൻ നിന്നെ ഒരു നാളും അനാഥനായി വിടുകയില്ല. ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിലായിരിക്കുന്ന സകലർക്കു വേണ്ടി എന്റെ കര ഉയർത്തി ഞാൻ കൈമാറുകയാ. ആരുമില്ലാത്ത ഒരാളല്ല നീ, നിനക്കൊരാളുണ്ട്. അവൻ ആ കരങ്ങളെ തൊടട്ടെ, അവൻ ആ നാവിനെ തൊടട്ടെ, അവൻ ആ ശരീരത്തെ തൊടട്ടെ. നിനക്കൊരാളുണ്ട്. കാര്യം പറയുവാൻ, കഴിച്ചോ എന്ന് ചോദിക്കാൻ, കുടിച്ചോ എന്ന് ചോദിക്കാൻ, തലോടുവാൻ, കണ്ണുനീരപ്പാൻ നിനക്കൊരാളുണ്ട്. നിനക്കൊരാളുണ്ട്. യെസ് 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 യെസ്. നിനക്കൊരാളുണ്ട്. നിനക്കൊരാളുണ്ട്. നിന്റെ ആവശ്യങ്ങളിൽ ഒരാളുണ്ട്. വേദനയിൽ ഒരാളുണ്ട്.
ഇന്ന് പകൽ ഞാൻ ഇവിടെ നിൽക്കുന്നത് രാജ്യങ്ങളിൽ എനിക്ക് അനേകർ ബന്ധങ്ങൾ ഉള്ളത് കൊണ്ടല്ല, എനിക്കൊരാളുണ്ട്. അതുകൊണ്ടാ പൗലോസ് പറയുന്നേ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന്. ചേർന്ന് പറ, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. ഉറക്കെ പറ, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ആ കരങ്ങൾ ഉയർത്തി അടിച്ച് ദൈവത്തെ ഒന്ന് സ്തുതിച്ച്, നിനക്കൊരാളുണ്ട്. സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരുമില്ല എന്നൊരു ചിന്ത നിന്നെ അലട്ടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് നിന്നെ അടിമയാക്കാൻ എളുപ്പമായിരിക്കും. ആരെങ്കിലും നിനക്കുണ്ടെങ്കിൽ മറ്റൊരാൾ തോണ്ടണമെങ്കിൽ ഒരല്പസമയം എടുക്കും. ആരുമില്ല എന്നുള്ള ചിന്ത നിന്നെ അലട്ടുന്നെങ്കിൽ പെട്ടെന്നൊരാൾക്ക് നിന്നെ അടിമയാക്കാൻ കഴിയും. പക്ഷെ നിന്റെ മനസ്സുകൊണ്ട് എനിക്കൊരാളുണ്ടെന്ന് ഉറപ്പാക്കിയ ഒരു പിശാചിനും നിന്നെ തൊടാൻ കഴിയത്തില്ല. ഇനി എൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ, ഏതെങ്കിലും അനാഥത്വം പേറുന്നവർ ഇതിൻ്റെ അകത്തില്ല? ഇല്ല. സകലർക്കും വേണ്ടിയും ഒരാൾ ഇവിടെ വന്നിട്ടുണ്ട്. തൻ്റെ ഇടത്തോടെ കൈ അവന് കൊടുക്ക്. തൻ്റെ ഇടത്തോടെ കൈ അവന് കൊടുക്ക്. അവൻ്റെ ആത്മാവ് ആ വിരലുകളെ തൊടാൻ പോകുകയാ. അവൻ്റെ ആത്മാവ് ആ കൈവെള്ളയെ തൊടാൻ പോകുകയാ. അവൻ്റെ ആത്മാവ് നിന്നെ ഒന്ന് തലോടാൻ പോകുകയാ. വായ് തുറന്ന് വിളിക്ക്, ഹോളി സ്പിരിറ്റ്. ആ കര ഉയർന്നിരിക്കട്ടെ. ആത്മാവ് ചിലരുടെ മേൽ പറന്നിറങ്ങുന്നത് പോലെ ഇരിക്കുന്ന ഇരിപ്പിൽ ശുശ്രൂഷയ്ക്കുള്ള നീ ആരുമില്ലാത്തവനെന്ന് ചിന്തിക്കരുത്. ആത്മാവുള്ള നീ ഒറ്റയ്ക്കാണെന്ന് ചിന്തിക്കരുത്. ആത്മാവുള്ള നീ തനിച്ചാണെന്ന് ചിന്തിക്കരുത്. ആ കൈ ഉയർത്തി അവന് കൊടുത്തു. ഇപ്പോൾ തന്നെ അവൻ നിന്നെ തൊടുകയാ. അവൻ നിന്നെ തൊടുകയാ. എല്ലാരും തള്ളി, അവൻ തള്ളില്ല. എല്ലാരും കൈവിട്ടു, അവൻ കൈവിടില്ല. എല്ലാരും നിന്ദിച്ചു, അവൻ നിന്ദിക്കില്ല. എല്ലാവരും വിടക്ക് കണ്ണം എണ്ണി, അവൻ എണ്ണത്തില്ല. തൊടുകയാ. ലെവൽ ഓഫ് അനോയിന്റിംഗ്, അഭിഷേകത്തിന്റെ ലെവൽ ഉയർന്ന് ഞാൻ കാണുന്നു. ശക്തമേറിയ ഒരു വ്യാപാരം ഇപ്പോൾ സംഭവിക്കുകയാ. ഭാര്യ തള്ളിയ ഭർത്താവുണ്ടോ? ഭർത്താവ് തള്ളിയ ഭാര്യയുണ്ടോ? മക്കൾ തള്ളിയ അപ്പനമ്മമാരുണ്ടോ? അപ്പനമ്മമാർ തള്ളിയ മക്കളുണ്ടോ? നിനക്കൊരാളുണ്ടോ? അവന്റെ സാന്നിധ്യ സ്വർഗസീമകളെ വെടിഞ്ഞ് ഈ രഹബോത്ത് ആരാധനാലയത്തിന്റെ അകത്ത് ഇപ്പോൾ ചലിക്കുന്ന ഞാൻ അറിയുകയാ. എനിക്കാരുമില്ല എന്നോർത്ത് കരഞ്ഞ സഹോദരി, നിന്റെ തലയ്ക്ക് മുകളിൽ നിന്നെ തൊടുവാൻ ഒരു അഗ്നിഗോളം പോലെ ഇന്ന് അവന്റെ പവർ ഇന്ന വ്യക്തി ഇല്ലാതെ ആയാൽ ഞാൻ ഒറ്റയ്ക്കാകും. ഇന്നയാള് തള്ളിയാൽ ഞാൻ ഒറ്റയ്ക്കാകും. സഹോദര, സഹോദരി, ആ വ്യക്തി തള്ളിയിട്ടും നീ ഒറ്റയ്ക്കല്ലല്ലോ. നിന്റെ കൂടപ്പുറപ്പിനേക്കാൾ അടുത്ത്, ശ്വാസത്തെക്കാൾ അടുത്ത് കൈ പിടിച്ച് നടക്കാൻ അവൻ നിന്റെ കൂടെയില്ലേ? കൊടുക്കവന്റെ അടുക്കൽ നിന്റെ കൈ. ഈ പകൽ അവൻ നിന്നെ തൊടുകയാ. തൊടുന്നു. ശക്തമേറിയ ദൈവിക സ്പർശന ഈ പകലന്റെ ജനത്തിന്റെ മേൽ. നീ ഒത്തിരി കരഞ്ഞവനാണ്. നീ ഒത്തിരി വേദനിച്ചവനാണ്. നീ പരസ്യമായി അട്ടഹസിക്കുന്നുണ്ട്. പക്ഷേ നിന്റെ ഉള്ളിലെ വേദനകൾ
ആക്കമിട്ടറിയുന്നവൻ ഈ പകൽ നിന്നെ തൊട്ട് രാജ്യങ്ങളിലേക്ക് നിന്നെ പറഞ്ഞു വിടാനുള്ള ദൈവത്തിന്റെ ശക്തി ഇപ്പോൾ ദൈവം പകരാൻ പോകുകയാ. സ്വീകരിക്കുക. ഓ സഖാന Holy Spirit, Holy Spirit, പരിശുദ്ധാത്മാവേ, ഇന്ന് പകൽ അവൻ്റെ ആ ഒരു കടന്നാക്രമണം ഇവിടെ നടക്കാൻ പോകുകയാ. കടന്നാക്രമണം. 8-10 ദിവസത്തിന് മുമ്പ് ആ ബ്ലഡ് ക്യാൻസറിനെ ശാസിച്ചവൻ ഇന്ന് പകൽ ഇവിടെ വന്നിട്ടുണ്ട്. രോഗിയായി മാറിയാൽ പലരും നിന്നെ തള്ളിക്കളയോ, ആരും നിന്നെ ശുശ്രൂഷിക്കാൻ കാണില്ല. നീ തന്നെ ഹോസ്പിറ്റലിലേക്ക് ഓടണ. പക്ഷെ നിന്റെ മുറിക്കകത്തേക്ക് ഇറങ്ങി വന്ന് നിന്നെ സൗഖ്യമാക്കുന്ന ഏക നാമ അവന്റെ ആത്മാവി പകൽ നിന്നെ തൊടുകയാ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. എന്നാൽ എനിക്കൊരു സഹായകൻ വാനിൽ ഉണ്ടെന്നറിഞ്ഞതിൽ ഉല്ലാസമേ. ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്ന ആരും സഹായമിൽ എല്ലാവരും പാരിൽ കണ്ടും കാണാതെയും പോകുന്നവർ. എന്നാ എനിക്കൊരു സഹായം വാനിൽ അറിഞ്ഞതി ഉല്ലാസമേ. എന്നാ എനിക്കൊരു സഹായം വാനിൽ എന്നാ എനിക്കൊരു സഹായം വാനിൽ എന്നാ എനിക്കൊരു സഹായം വാനിൽ പലരെയും തൊടാൻ ആഗ്രഹിക്കുകയാണ്. മുറിവേറ്റവനെ എണ്ണയും വീഞ്ഞും ഉള്ളവൻ്റെ അടുത്തേ ദൈവം വിടും. എണ്ണയും വീഞ്ഞും ഇല്ലാത്തവൻ്റെ അടുത്ത് മുറിവേറ്റവനെ ദൈവം വിടത്തില്ല. അപ്പം നിങ്ങൾ ചോദിക്കും, ഈ പുള്ളി എന്താ അങ്ങനെ ചോദിച്ചേ? സഹോദര, അങ്ങനത്തെ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കരുത്. ജീവിതത്തിൻ്റെ വൈതരണികളുമായി ഏറ്റുമുട്ടുമ്പോൾ ഒരു ചെറുവിരൽ കൊണ്ടുപോലും താങ്ങാനൊരു മനുഷ്യനില്ലാതിരിക്കുന്ന സമയം, പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി വീട്ടിൽ വെളിപ്പെടാതിരിക്കുന്ന സമയം, ഒരു പക്ഷേ കൈത്താങ്ങാൻ ആരുമില്ലാതെ വരുമ്പോൾ ഉള്ളമുടഞ്ഞു പോകുന്നവരുടെ ആൻസറാ, തള്ളിക്കളഞ്ഞോ നീ എന്നെ. തീയിറക്കിയ ഏലിയാവ് പോലും പറഞ്ഞു, മതി, എൻ്റെ ജീവിതം മതി, എൻ്റെ ശുശ്രൂഷ മതി. തീയിറക്കിയവനാ ചില പ്രത്യേക സമയം വരുമ്പോൾ പിടിവള്ളി നഷ്ടപ്പെടുന്ന പോലെ ഫീൽ ചെയ്യാം. പക്ഷെ അവിടെ ചാടിക്കേറിക്കോണം നീ. എന്നെ വിളിച്ചവൻ ഉണ്മയുള്ളവനാ. പ്രതീക്ഷിച്ച വഴിയൊന്നും തുറന്നില്ലേലും കുഴപ്പമില്ല, പ്രതീക്ഷിച്ച നന്മയൊന്നും കിട്ടിയില്ലേലും കുഴപ്പമില്ല. ഇനി അങ്ങോട്ടുള്ള മുഴുവൻ ആയുസ്സും എൻ്റെ യേശുവിന് വേണ്ടിയാ എനിക്കുള്ളേ. ഇനി മുമ്പോട്ടുള്ള ഓരോ ആയുസ്സും
എന്റെ കർത്താവിന് വേണ്ടിയാ. പിശാചേ, നീ മാറി നിൽക്ക്. എന്റെ മറുപടിയേക്കാൾ വലുതാ എന്റെ അകത്ത് വ്യാപരിക്കുന്ന അഭിഷേകം. നിൽക്കുന്നവരെ, ഇരിക്കുന്നവരെ, ക്രിസ്തുവിലാണെന്ന് ഉറപ്പിച്ചവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? ക്രിസ്തുവിലാണെങ്കിൽ ഒരു കൈ കൊണ്ട് കണ്ണുനീർ തുടയ്ക്കണം, മറു കൈ കൊണ്ട് അഭിഷേകത്തെ ഉയർത്തണം. ഒരു കൈ കൊണ്ട് കണ്ണുനീർ തുടയ്ക്കണം, മറു കൈ കൊണ്ട് അഭിഷേകത്തെ ഉയർത്തണം. രണ്ട് കൈ കൊണ്ട് കണ്ണുനീർ തുടയ്ക്കാൻ പോകരുത്. ഒരു കൈ കൊണ്ട് കണ്ണുനീർ ഒപ്പണം, മറു കൈ കൊണ്ട് പടവാളെടുക്കണം. യേശുവിന് വേണ്ടി. അപ്പനുമില്ല, അമ്മയുമില്ല, ഉള്ള ഒരു പെങ്ങള് മാനസികമായി മെന്റലി ഡിസോർഡർ ആണ്. കാമൻ ചോറ് വിളമ്പി കൊടുക്കാനും ആരുമില്ല. അങ്ങനെ ഒരാളാ ബിൻസൻ. ഇവിടെ നിന്ന് പരല് പിടയുന്നത് പോലെ ഇദ്ദേഹം പിടയുമ്പോ, ചോറ് തരാൻ ഭാര്യയുള്ള ഭർത്താവേ, വസ്ത്രം അലക്കി തരാൻ ഭാര്യയുള്ള ഭർത്താവേ, എങ്ങനെ നിനക്ക് വേദനിക്കാൻ കഴിയോ? അത്യാവശ്യ കാര്യങ്ങൾ ചെയ്തു തരാൻ ആളുണ്ടെങ്കിൽ നിന്നെ പോലെ ഭാഗ്യവാൻ വേറെ ആരായി ഭൂമിയിലുള്ളേ? അപ്പനും അമ്മയും ഇല്ലാത്തവർ ഇവിടെ കിടന്ന് സ്തോത്രം ചെയ്യുമ്പോൾ എങ്ങനെ നിനക്ക് ഇരിക്കാൻ കഴിയോ? In Christ be happy. Oh, Raisasa Ratha Kahana Rathi Kana Basi. Thank you, Lord. വിഷ്ണുവിന് ചോറ് വിളമ്പി കൊടുക്കാൻ ആരുമില്ല. ഞാൻ വിളിച്ചപ്പോൾ എന്നോട് പറഞ്ഞു, കുളിക്കാൻ വെള്ളം കോരണം, തുണി എനിക്ക് തന്നെ വാഷ് ചെയ്യണം, എല്ലാം വാഷ് ചെയ്യണം. പക്ഷേ പെട്ടെന്ന് തീർത്തിട്ട് പാസ് വിളിച്ചല്ലേ, ഞാൻ ഓടി വരാം. Come on, ബോലോ യേശു മസീഹി. ഈ ജയ് വിളിക്കാൻ വകുപ്പില്ലാത്തവനാ വിഷ്ണു. പക്ഷെ എല്ലാം ചെയ്തു തീർത്തിട്ട് ഓടി വന്ന് ജയ് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു തരാൻ ആളുണ്ടെങ്കിൽ, സാറേ പൂരിപ്പിക്കുന്നേ, പലതിനും നിന്റെ ഒപ്പത്തിനൊപ്പം ആളുണ്ടെങ്കിൽ നിനക്ക് തളർച്ച കൂടും. താങ്ങാൻ ആളുണ്ടേ തളർച്ച കൂടും. ഇന്ന് ഒറ്റയാനെ പോലെ നിൽക്കണം നീ. സഹോദരി, ആരും താങ്ങിയിട്ട് നീ നിൽക്കാൻ പോകണ്ട. ആത്മാവിൽ ബലപ്പെട്ട് നിൽക്കുക. നീയും ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലാണ്. എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ എഴുന്നേറ്റിരുന്നോലയോലം കരഞ്ഞ് ദൈവത്തിന്റെ മുമ്പിൽ അന്യഭാഷ പറഞ്ഞ് അവനോട് പ്രാർത്ഥിക്കുന്ന സഹോദരി, in Christ, ക്രിസ്തുവിലാ. അടുത്ത വാക്യം കൊണ്ട് ഞാൻ തൊടുത്തു വിടുകയാ. കർത്താവിൽ എപ്പോഴും സന്തോഷിപ്പിൻ സന്തോഷിപ്പിൻ എന്ന് ഞാൻ നിങ്ങളോട് പിന്നെയും. അടുത്ത വാക്യം, ഒന്നിനെ കുറിച്ചും ക്രിസ്തുവിൽ വിചാരപ്പെട്ടുകൊണ്ടിരിക്കാൻ നേരമില്ല. പറഞ്ഞേ ആമേ. നിൽക്കുന്നവരും ഇരിക്കുന്നവരും ഒക്കെ തൊട്ടടുത്തിരിക്കുന്ന ഒന്ന് രണ്ട് പേർ കൈ കൊടുത്തവർ വിചാരപ്പെടരുത്, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പറയുന്നേ ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പറ രണ്ട് മൂന്ന് പേർക്ക് കൈ കൊടുത്ത് നടന്ന് എന്നിട്ട് പറ, ശബ്ദാരാധന. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്. പറയുക, ക്രിസ്തുവിൽ ടെൻഷൻ അടിച്ചിരിക്കാൻ നേരമില്ല. എത്ര പേർക്ക് ആമേനെന്ന് പറയാൻ കഴിയും? ഒന്നോടെ കൈ കൊടുത്തവർ ആശ വേറെ, നിരാശ വേറെ. പറയുന്നേ, ആശ വേറെ, നിരാശ വേറെ. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞൊരു വേർഡുണ്ട്, ഇൻ ക്രൈസ്റ്റിൽ ആശയ്ക്ക് വിരോധമായി ആശയോടെ. എങ്ങനെ? ആശയ്ക്ക് വിരോധമായി. ഒന്നുകൂടെ പറഞ്ഞേ, ആശയ്ക്ക് വിരോധമായി ആശയോടെ. ഈ ക്രിസ്തുവിൽ ഇതേ നടക്കൂ, ഈ പണിയെ ക്രിസ്തുവിൽ നടക്കൂ. ഇങ്ങോട്ട് കൊണ്ട് തരട്ടെ എന്ന് പറഞ്ഞിരിക്കാൻ നേരമില്ല. എല്ലാം ഇങ്ങോട്ട് ചെയ്തു തരട്ടെ എന്ന് പറയാൻ നേരമില്ല. ആശയ്ക്ക് വിരോധമായി ആശയോടെ. ആശയ്ക്ക് വിരോധമായി. അതിന്റെ ക്ലിയർ കട്ട് റെവലേഷൻ അതേ പൗലോസ് എഴുതുന്നുണ്ട്. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ
നഷ്ടപ്പെട്ടു പോയി. റൈറ്റ്, അറ്റുപോയി. ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശ മുഴുവൻ അറ്റുപോയി. പിന്നെ എങ്ങനെയാ നീ പിടിച്ചു നിന്നേ? മറ പറ്റി. എങ്ങനെ? ഞങ്ങളിങ്ങനെ ക്രേത്ത ദ്വീപിന്റെ മറ പറ്റി. ശരി, അപ്പൊ ക്രേത്ത ദ്വീപിന്റെ മറ പറ്റിയാ രക്ഷപ്പെടും? കപ്പലേ ക്രേത്ത ദ്വീപിന്റെ മറ പറ്റിയുള്ളൂ, ഞാൻ മാർവില പറ്റിയേ. ഞങ്ങളുടെ അദ്രിയ കടലിലെ കപ്പൽ ക്രേത്ത ദ്വീപിന്റെ മറ പറ്റി, അതിന്റെ അകത്ത് ഞാൻ അഭിഷേകത്തിന്റെ മറ പറ്റി. സഹോദര, ക്രിസ്തുവിൽ നിനക്ക് പറ്റാൻ പറ്റിയ ഒരു മറയുണ്ട്. യെസ് ഓർ നോ? നിനക്ക് പറ്റാൻ പറ്റിയ മറയുണ്ട്. എങ്ങനെ ആ മറയെ പറ്റുന്നറിയോ? പറയാം. സന്ധ്യയായി, വിശ്വസാകം വരട്ടെ, സന്ധ്യയായി, ഭക്ഷണം എല്ലാവരും കഴിച്ച് എല്ലാവരും കിടന്നുറങ്ങുമ്പം കൂർക്കമ്പലി തുടങ്ങുമ്പോൾ മറ പറ്റാനുള്ള സമയമായി. മെല്ലെ അങ്ങോട്ട് എഴുന്നേറ്റ് വലിക്കുന്നമ്മ വലിക്കട്ടെ, കൂർക്കത്തിൻ്റെ കാര്യം പറഞ്ഞ് അവൻ വലിച്ചുറങ്ങിക്കോട്ടെ, ഞാൻ എന്ത് ചെയ്യാൻ പോവാ പറയുന്നേ, മറ പറ്റാൻ പോവാ. മാറി അങ്ങോട്ട് ശാന്ത വരുന്ന മെസ്സുറഹീമ ദുനിയ സരബ എന്നെ അധാസ് ഖത്തറബാക ലൈസസ മക്കോനിയാസ്. ആ സമയത്ത് കണ്ണ് നിറയും, മെഹറോസി അന്താസ്. പെട്ടെന്ന് നിനക്ക് ഫീൽ ചെയ്യും വെയിറ്റ്ലെസ് ആയി, ആരുടെയോ കയ്യിലിരിക്കുന്ന പോലെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിനക്ക് തോന്നി, കണ്ണ് തുറക്കുമ്പോൾ നിനക്കറിയാം വാരിക്കുന്തം കൊണ്ട് വിലാപ്പുറം കുത്തി തുറന്ന ആ മാർവിടത്തിൽ യോഹന്നാൻ ചാരി ഇരുന്ന പോലെ ചെയിൻ പ്രയറിൽ പ്രാർത്ഥിക്കുന്നവരിലേക്ക് ഞാൻ അഭിഷേകം പകരുന്നു. ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന സഭയിലേക്ക് ഞാൻ അഭിഷേകം പകരുന്നു. നിനക്ക് പറ്റാൻ പറ്റിയ ഒരു മറയുണ്ട്, അത് യേശുവിന്റെ മാർവിടമത്രേ. വലമിടമായിരങ്ങൾ വലിയവർ വീണാലും ഞാൻ പറ്റുക വലയമായി നിന്നല്ലേ വല്ലഭൻ ആകുലവേ ആപത്തു നാളുകേ ആഗതന അരേ. അവന്റെ മറപറ്റി ഒളിച്ചിരിക്കുമ്പോഴാ ചെന്നായി വരുന്നേ. ചെന്നായി വരുമ്പോൾ ഈ മറ ഇടയനെ പോലെ ചെന്നായിക്ക് ഫീൽ ചെയ്യുന്നേ. ചെന്നായി നിന്നെ പിടിക്കാൻ വരുമ്പോൾ നീ പറ്റിയ മറ ചെന്നായിക്ക് തോന്നുന്ന എങ്ങനാ? പറ സഹോദര. പക്ഷെ പെട്ടെന്നാണ് ഒരു സുപ്രഭാതത്തിൽ നീ ഒറ്റയ്ക്കായി, നീ നോക്കിയ ആളില്ല. പെട്ടെന്ന് പിശാച് മുഴു ബലത്തോടെ ഒറ്റയ്ക്കാ വരുന്നത്. നോക്കിയപ്പോൾ ഒരു പുഴു വരുന്ന പോലെ ഇങ്ങനെ വരുക. അന്ന് ഈസി ആയിട്ട് ചവിട്ടി അരച്ചേക്കാന്ന് പറഞ്ഞ് ചവിട്ടിയവന്റെ കാലിന്റെ അസ്ഥി ഒടിഞ്ഞ കാര്യം. ചവിട്ടുന്ന സമയത്ത് പുഴുവാണേലും ചവിട്ടാൻ വരുമ്പം ബുൾഡോസറായി മാറി. പുഴുവായ യാക്കോബേ, പുഴുവായ യാക്കോബേ, നീ ഒരു മെതിവണ്ടിയായി. നിന്നെ നോക്കുമ്പോ ഒരു പുഴുവിനെ പോലെ ചവിട്ടി അരയ്ക്കും. പക്ഷെ ക്രിസ്തുവിൽ നീ ഒരു പുഴുവല്ല, ബുൾഡോസർ. ആർക്കും തകർക്കാൻ കഴിയില്ല. ആഭിചാരത്തിന്, മന്ത്രവാദത്തിന്, ഒരു വീട്ടുകാർക്ക് നിന്നെ തകർക്കാൻ കഴിയില്ല. നീ ഒരു ബുൾഡോസറാ. റോബർട്ടെ, കാണുമ്പോ കാഴ്ച ചെറുതാ, തകർക്കാൻ ആരുമില്ല, പൈസ തരാൻ ആരുമില്ല, സഹായിപ്പാൻ ആരുമില്ല, ചവിട്ടി അരയ്ക്കാം. നോ, ആരും വേണ്ട. ഞാനൊരു ബുൾഡോസറായി മാറുക. മനുഷ്യരാരും കൂടെയില്ലെന്ന് ചിന്തയുള്ളവർ കുതിരയെ പോലെ കുതിച്ചെഴുന്നേറ്റോണം, കുതിരയെ പോലെ കുതിച്ച് ചാടിക്കോണം. ചവിട്ടി അരയ്ക്കാൻ ആഗ്രഹമുണ്ട്, ഇല്ലാതെയാക്കാൻ ആഗ്രഹമുണ്ട്, നടക്കില്ല. നീ ഒരു ബുൾഡോസറാണ്. അന്ന് യാക്കോബിനോട് ഹേ പുഴുവായ യാക്കോബേ എന്ന് ചോദിച്ചെങ്കിൽ, വിളിച്ചെങ്കിൽ, ഇന്ന് നിന്നെ വിളിക്കുക ഹേ മെതിവണ്ടിയെ, ഹേ ബുൾഡോസറെ,
പറ ആമേൻ. അങ്ങനത്തെ ഒരു തലത്തിലേക്ക് ഉയർന്നു കയറാൻ ക്രിസ്തുവിൽ നിനക്ക് കഴിയും. അങ്ങനെ ഒരു ലെവലിലോട്ട് കയറിയാൽ അതിന്റെ ലക്ഷണം ഞാൻ പറയാം, കയറിയോ ഇല്ലയോ എന്ന്. പലരും നിന്നെ നോക്കി പറയും, ഇത്രയും വിഷയത്തിൻ്റെ മുമ്പിലും അവൻ്റെ നിപ്പ് കണ്ടില്ലേ, ചാവച്ചാരച്ച് തകർക്കാൻ ആഗ്രഹമുണ്ട്. സാബു പാസ് പറഞ്ഞൊരു വേട് ഇഷ്ടപ്പെട്ടു, റാംബാബുവിൻ്റെ വേട്. അരച്ച് കലക്കി തിന്നാൻ വേണ്ടി വായിലോട്ടിട്ട് വിഴുങ്ങിയപ്പം പിശാചിൻ്റെ തൊണ്ടയിലുടക്കിയെന്ന് നീ, പിശാചിൻ്റെ തൊണ്ടയിലുടക്കിയെന്ന് നീ. ചേർന്ന് പറ, പിശാചേ, ഉറക്കെ പറ, പിശാചേ, നിന്റെ പദ്ധതി നടക്കില്ല. നിന്റെ പദ്ധതി പൊളിഞ്ഞു തുടങ്ങി. കാരണം ഞാൻ ക്രിസ്തുവിലാണ്. ചേർന്ന് പറഞ്ഞ, നമ്മിൽ വെളിപ്പെടുവാനുള്ള തേജസ് വിചാരിച്ചാൽ ഈ ആയുസ്സിൽ എൻ്റെ കഷ്ടങ്ങൾ എനിക്ക് ക്രിസ്തുവിൽ കഷ്ടങ്ങളില്ലെന്നല്ല, സാരമില്ല. നോക്കിയിട്ട് പറഞ്ഞേ, നമ്മൾ പറയല്ലേ സാരമില്ല. ഇതുപോലെ ആത്മാവിൽ നിന്ന് നിന്റെ അടുത്ത് വന്നിട്ട് പറയുക, സാരമില്ല, സാരമില്ല, നീ ആകുന്നത് ക്രിസ്തുവിലാണ്. പറ, നീ ആകുന്നത്. പൗലോസ് പറയുന്നു, ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, വിചാരപ്പെടരുത്. ഇപ്പം ചിന്തിക്കുന്ന വിചാരം മുഴുവൻ അവൻ്റെ കയ്യിലേക്ക് കൊടുത്തേ. മെൻ്റലി ഒന്ന് ഫ്രീ ആയിക്കേ. പൈസ ഇല്ലായ്മ ഫ്രീ ആയിക്കേ. വാടക കൊടുക്കാനില്ല ഫ്രീ ആയിക്കേ. ഭക്ഷണം കഴിക്കാനില്ലേ ഫ്രീ ആയിക്കേ. നീ പിടിച്ച പിടിയൊന്നും നടക്കില്ല. പക്ഷെ ഫ്രീ ആയിട്ട് അവൻ്റെ കയ്യിലേക്ക് കൊടുക്കാമെങ്കിൽ അവൻ കയറി ഒരു പിടുത്തം പിടിക്കും. നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടു കൂടി എങ്ങോട്ട് അർപ്പിക്കണം? എങ്ങനെ അർപ്പിക്കണം? എങ്ങനെ? ആവശ്യം മുഴുവൻ സ്തോത്രത്തിൽ മിക്സ് ചെയ്ത് വേണം എന്ത് ചെയ്യാൻ. സ്തോത്രത്തിൽ പൊതിഞ്ഞ് അങ്ങോട്ട് അയക്കണം. അതൊന്ന് പൊതിഞ്ഞ്, ആവശ്യം മുഴുവനൊന്ന് പൊതിഞ്ഞ്. പൊതിയെന്നേ എന്തിൽ എന്തിൽ പൊതിയണം പറയൂ. കറക്റ്റ്. ഒന്ന് പൊതിഞ്ഞ് മുഴുവൻ ആവശ്യം സ്തോത്രത്തിൽ പൊതിയെന്നേ. എരശൻ നായ്ക്കണൂർ പണിയാൻ പോകുന്ന ടെന്റിന്റെ ആവശ്യം ഒന്ന് പൊതിഞ്ഞ് സ്തോത്രത്തിൽ പൊതിഞ്ഞ്, സ്തോത്രത്തോടു കൂടെ ഒന്ന് 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 അങ്ങോട്ട് വലിച്ചെറിഞ്ഞ്. ദൈവമക്കളെ, ഇതിനൊക്കെ ഏറ്റവും കൈ കൊടുക്കേണ്ടത് പുതിയ നിയമസഭയ്ക്കല്ല, പഴയ നിയമ വിശ്വാസിക്ക. കാര്യം അവൻ്റെ പ്രാകാരത്തിൽ സ്തോത്രത്തോടെയും എന്നൊരു വാക്കിയില്ലേ, അവൻ്റെ പ്രാകാരത്തിൽ വാതിലുകളിൽ സ്തോത്രത്തോടെ. എവിടെ? നമ്മൾ ആലയത്തിൽ വന്നിട്ടാ സ്തോത്രാം 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 എന്ന് എന്ത് ചെയ്യുന്നേ നമ്മൾ പറയുന്നേ. അവര് കൂടാരത്തിൽ നിന്നിറങ്ങി വാതിൽ വരെ എന്തു പറയണം? കൂടാരത്തിൽ നിന്നിറങ്ങി ആലയത്തിന്റെ വാതിൽ വരെ എന്ത് ചെയ്യണം? സ്തോത്രം സ്തോത്രം സ്തോത്രം. അപ്പൊ കാണുന്നവൻ പറയും ആരാധനയ്ക്ക് പോവുക. ഇവിടെ ഇരുന്ന് നമ്മൾ ചോദിക്കണം എന്നാ ആരാധിക്കാത്ത? അവിടെ നാട്ടുകാർ പറയും വർഷിപ്പിന് പോവുക, ടാബർനാക്കിളിൽ പോവുക. തെളിവെന്നാ? നാവ് തുറന്ന് സ്തോത്രം 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 സ്തോത്രം. ഇപ്പൊ വരുന്ന പുള്ളി കുഞ്ഞാടും ഒക്കെ ആയിട്ട് ഇങ്ങനെ വരുമ്പം എന്നടെ സ്തോത്രം ചെയ്യുന്നേ? അവൻ പറയും എൻ്റെ പൊന്നു സംഭാഷണ എങ്ങനെ സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയും? നമ്പർ 1, അടി കൊണ്ട് മിശ്രമി കിടന്ന് തകർന്ന ഞങ്ങളെ ഒരാഭിഷിക്തനെ ഇങ്ങോട്ട് അയച്ച് കേട്ട് പൊട്ടിച്ചവന് 1000 സ്തോത്രം. പറ ആമേൻ. ആടുന്ന പാമ്പിന്റെ അരമനെന്ന് ഞങ്ങളെ വിടിവിച്ചതോർത്ത് സ്തോത്രം. പറ്റുമോ സഭയ്ക്ക് സ്തോത്രം ചെയ്യാൻ? ചെങ്കടൽ വിഭാഗിച്ചതോർത്താൽ എങ്ങനെ അനങ്ങാതെ നിൽക്കും? അറിയാതെ പറ സ്തോത്ര.
ജെയ്സനെ ബ്ലഡ് ക്യാൻസർ സൗഖ്യമാക്കിയതോർത്ത് സ്തോത്രം. 2 കാലും തളർന്നു പോയ എന്റെ പോളിയോ രോഗത്തെ സൗഖ്യമാക്കിയവന് നൃത്തം ചെയ്ത് പറയണം സ്തോത്രം. ഒരു വിടുതൽ കിട്ടിയവർക്ക് സ്തോത്രം ചെയ്യാതിരിക്കാൻ കഴിയില്ല. എന്നാൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവസമാധാനം ഇൻ ക്രൈസ്റ്റ്, ക്രിസ്തുവിൽ നിന്റെ ഹൃദയങ്ങളെ നിറച്ചുകൊണ്ടിരിക്കും. ഇന്ന് നിന്റെ ഹൃദയം ഒന്ന് തണുക്കാൻ പോകുകയാ. നിന്റെ ഹൃദയം ചൂട് പിടിച്ചിരുന്ന ഹൃദയം ഒന്ന് സോഫ്റ്റ് ആകാൻ പോവാ. ഇന്നത്തെ സന്ദേശം കഴിഞ്ഞ് ഹാലിളകി പിശാച് വന്നാലും നെവർ മൈൻഡ്. ആരെന്നാ പറഞ്ഞാലും നെവർ മൈൻഡ്. പറയുന്നേ നെവർ മൈൻഡ്. ആര് കുത്തി നോക്കിച്ചാലും എനിക്കതെന്തല്ല, വിഷയമല്ല. കൈ തന്നാലും ശരി, കൈ തന്നില്ലേലും ശരി, എനിക്കതെന്തല്ല. പറ സഹോദര, ഇങ്ങനെ ഒറ്റയ്ക്കൊറ്റ ആൾക്കാർ ഇങ്ങനെ കയറി വന്നാൽ ഈ സഭ പാമ്പാടിയെ പിടിക്കും. മഹം വാടിയവരെയല്ല ദൈവത്തിന് വേണ്ടത്. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. മുള്ളിന്റെ മുകളിൽ നിന്നാലും മുഖം വാടാത്ത ചിലതിനെ ഇന്ന് അഭിഷേകം ചെയ്യാൻ പോവാതെയ്യ. ലോർഡ്, ഒരു പാട്ടുകാരൻ പാടിയ ഒരു പഴയ വരി എൻ്റെ അകത്ത് ഓർമ്മയിൽ വരുന്നു. വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ വിശ്വസിച്ചും അനുസരിച്ചും നാൾ കഴിക്കുക. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതൊന്നുണ്ട് സ്വർഗത്തിൽ. ഭൂമയർക്കുള്ള സ്നേഹം മാറിപ്പോയാലും ക്ഷാമമേറ്റിടാത്ത സ്നേഹമുണ്ട് സ്വർഗത്തിൽ. ഏറ്റവും കൂടുതൽ ഇതിൻ്റെ അകത്ത് വേദനിച്ചവരാരാന്നറിയോ? മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരും മനുഷ്യനെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ചവരുമാ. എഴുതി വെച്ചോ. ഇതിൻ്റെ അകത്ത് ഏറ്റവും കൂടുതൽ വേദനിച്ചവരാരാന്നറിയോ? മനുഷ്യനെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരും മനുഷ്യനെ അതിനേക്കാൾ ഉപരി വിശ്വസിച്ചവരുമാണ്. ഇന്ന് കളം തിരിയണം. മനുഷ്യനെ അല്ല നീ ഏറ്റവും കൂടുതൽ സ്നേഹിക്കണ്ടേ, വഞ്ചിക്കാത്ത ഒരുവൻ, ചതിക്കാത്ത ഒരുവൻ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതം ഉണ്ട് സ്വർഗത്തിൽ. എൻ മൊഴി കേൾപ്പാൻ ഭൂവിൽ കാതില്ലെങ്കിലും ചെമ്മയായി തുറന്ന കാതം ഉണ്ട് സ്വർഗത്തിൽ. ആ പാട്ടിന്റെ ആരംഭം അറിയാവുന്ന ആരെങ്കിലും ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ആ പാട്ടിന്റെ ആരംഭം അറിയാവുന്ന? അന്ധകാരത്താ എല്ലാ കണ്ണും മങ്ങുമ്പോ മങ്ങിടാത്ത കണ്ണെനിക്കൊന്നുണ്ട്. ഞാനീ പറയുന്നത് മനസ്സിലാകുന്നവർ എത്ര പേര്? ഞാനീ പറയുന്നത് മനസ്സിലാകുന്നവർ എത്ര പേര് ഇതിൻ്റെ അകത്തുണ്ട്? എനിക്കൊരു കാത് സ്വർഗത്തിലുണ്ട്, എനിക്കൊരു കണ്ണ് സ്വർഗത്തിലുണ്ട്, എനിക്കൊരു കൈ സ്വർഗത്തിലുണ്ട്. ഭൂമയർക്കുള്ള സ്നേഹം മാറിപ്പോകിലും ക്ഷാമമേശിടാത്ത സ്നേഹമുണ്ട് സ്വർഗം. അടുത്ത വരി കേട്ടോ. ഉള്ളിലാകുല ചിന്തയുള്ള മർത്യരെ വല്ലഭന്റെ കണ്ണുകളുണ്ടി കല്ലുപാതയിൽ.
വല്ലഭന്റെ കൺകൾ ഉണ്ടി കല്ലുപാതയിൽ. വിശ്വസിക്കുവാൻ യോഗ്യനായ നാഥനെ വിശ്വസിച്ചും അനുസരിച്ചും നാൾ കഴിയും. എന്റെ ചോദ്യം, ഈ പുസ്തകം എടുത്ത് അവന് വേണ്ടി ഇറങ്ങിയിട്ട് അവൻ എന്നെ ചതിച്ചെന്നും അവൻ എന്നെ വേദനിപ്പിച്ചെന്നും പറയാൻ ഒരാൾ ഇതിൻ്റെ അകത്തില്ല. പക്ഷെ ഇതെടുത്തിറങ്ങിയതിന് ശേഷം മനുഷ്യൻ നിന്നെ ചതിച്ചെന്നും മനുഷ്യൻ നിന്നെ വേദനിപ്പിച്ചെന്നും പറയാൻ 10,000 അനുഭവം നിങ്ങൾക്കുണ്ട്. ആ 10,000 അനുഭവം എടുത്ത് താഴെ വെച്ച് അതിൻ്റെ മീതെ കയറി നിന്നുകൊണ്ട് നീ പറയണം, എനിക്ക് 10,000 അനുഭവം കൈപ്പിണ്ടി ഉണ്ടെങ്കിലും ഒരെണ്ണം പോലും അവിടെ നിന്ന് തിന്മയായി വന്നത് എൻ്റെ ഓർമ്മയിലില്ല. എൻ്റെ ഓർമ്മയിലുള്ളത് മുഴുവൻ നന്മ മാത്രമേ ഉള്ളൂ, നന്മ മാത്രമേ ഉള്ളൂ. ഞാനാകുന്നത് ക്രിസ്തുവിലാണ്. ആ ഉറപ്പുള്ള എല്ലാവരും എഴുന്നേറ്റാട്ടെ, ആ കര ഉയർത്തിപ്പിടിച്ച് അന്യഭാഷ പറഞ്ഞാട്ടെ. നിരാശപ്പെടാൻ കാര്യം 10 ഉണ്ടെങ്കിലും ആനന്ദിപ്പാനുള്ളത് 1000. അതുകൊണ്ട് ആ നിരാശയെല്ലാം പിടിച്ച് മാറ്റ്. ആർക്കും ആരും അടിമകളല്ല, ആർക്കും ആരും ഒറ്റപ്പെട്ടവരല്ല, ആർക്കും ആരും അനാഥത്വം പേർന്നവരല്ല. നിനക്കൊരാളുണ്ട്. യോബ് പറഞ്ഞു, അവൻ ഒടുവിൽ പൊടിമേൽ നിൽക്കുമെന്ന് ഞാൻ അറിയുന്നു. എന്നെ ഇങ്ങനെയൊക്കെ ഇട്ട് ശോധന ചെയ്താലും ഞാൻ പൊന്നുപോലെ അവസാനം പുറത്തു വരും. ഇരട്ടി 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 ഇരട്ടി. ക്രിസ്തുവിലൊന്ന് കയറി വന്നേ, ക്രിസ്തുവിലൊന്ന് കയറി വന്നേ. ക്രിസ്തുവിൽ ഇട്ട് തട്ടാനുള്ളൊരു പന്തല്ല ഞാൻ. ക്രിസ്തുവിൽ ഞാൻ പാറ പോലെയാ. ക്രിസ്തുവിൽ ഒരു കുഞ്ഞാടല്ല, പേടിച്ചോടുന്നൊരു കുഞ്ഞാടല്ല ഞാൻ. ക്രിസ്തുവിൽ ഞാൻ ഗർജിക്കുന്ന സിംഹമാണ്. ക്രിസ്തുവിൽ ഭാരം ചുമക്കുന്നൊരു കഴുതയല്ല ഞാൻ. ക്രിസ്തുവിൽ കുഞ്ചിരോമമുയർത്തി ഓടുന്നൊരു പടക്കുതിരയാ ഞാൻ. പറ പറ പറ, വാ തുറന്ന് കൺഫസ് ചെയ്തുകൊണ്ടിരിക്കുക. ക്രിസ്തുവിൽ ഞാൻ രോഗിയല്ല. ക്രിസ്തുവിൽ അടിപ്പിണരാനുള്ള സൗഖ്യം എൻ്റെ അവകാശമാണ്. ക്രിസ്തുവിൽ ഞാൻ ദാസനല്ല, ദാസിയല്ല. ക്രിസ്തുവിൽ ഞാൻ മകനാണ്. മക്കളെങ്കിലും അവകാശികൾ. പറ, വാ തുറന്ന് ക്രിസ്തുവേശുവിനോട് കൂടെ കൂട്ടവകാശമുണ്ട്. ഉറക്കെ പറ, അന്യഭാഷ പറ, ശബ്ദം ഉയർത്തി പറ. ശക്തമേറിയൊരു അനോയിന്റിംഗ് ഇന്ന് പകൽ ഇവിടെ റിലീസ് ചെയ്യാൻ പോവാ. ക്രിസ്തുവിൽ നീ ജയിച്ചാ നിൽക്കുന്നേ. ക്രിസ്തുവിൽ നീ ജയിച്ചാ നിൽക്കുന്നേ. പരാജയം നിന്റെ അല്ല. നീ ഉദ്ദേശിച്ച മറുപടി വെളിപ്പെട്ടിട്ടില്ല. പക്ഷേ അതിന്റെ തൊട്ടടുത്താ നീ നിൽക്കുന്നേ. അത് വരുന്നത് മാന്യതയോടെയാ, അത് വരുന്നത് നിറവോടെയാ, അത് വരുന്നത് കളർഫുൾ ആയിട്ടാ. In Christ. Rabba Shaka Radha Saka Naba Ramdhala Rabba Shamdalaba Rudhalaba Shamdalaba Radha Saka Managa Shamdaradana രാധാസാബാധാനാരാഹാസേ. ക്രിസ്തുവിൽ നീ ദരിദ്രനല്ല, ക്രിസ്തുവിൽ നീ സമ്പന്നനാണ്. ജീവനാകട്ടെ മരണമാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ ഉയരത്തിലുള്ളതിനാകട്ടെ ആഴത്തിലുള്ളതിനാകട്ടെ വരുവാനുള്ളതിനാകട്ടെ വാഴ്ചകൾക്കാകട്ടെ അധികാരങ്ങൾക്കാകട്ടെ, ആ സ്നേഹത്തിൽ നിന്നെ പിരിച്ച് പറിച്ച് കളയാൻ പിശാച് നിനക്ക് പറ്റത്തില്ല. കാര്യം ആഴത്തിൽ വേരൂന്നിയവനാ ഞാൻ.
ആരും ആരെയും ഫോക്കസ് ചെയ്യണ്ട. ക്ലോസ് യുവർ ഐസ്. വായ് തുറന്ന് അന്യഭാഷയിൽ പ്രാർത്ഥിച്ചോ. ആരും ആരെയും ഫോക്കസ് ചെയ്യണ്ട. അഭിഷേകം ചലിക്കാൻ പോകുകയാ. സകലരെയും തമ്പുരാൻ തൊടാൻ പോകുകയാ. ക്രിസ്തുവിൽ നിറഞ്ഞിരിക്കുന്ന നിന്നെ, ക്രിസ്തുവിലായിരിക്കുന്ന നിന്നെ പ്രത്യേക ഒരു അഭിഷേകത്താൽ ദൈവം നിറയ്ക്കാൻ പോകുകയാ. വാ തുറന്ന് അന്യഭാഷകളിൽ പ്രാർത്ഥിച്ചോ. ചലിക്കാൻ പോവാ, ചലിക്കാൻ പോവാ. ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ഇതുവരെ ചലിക്കാത്ത പലരും ഇന്ന് ചലിക്കാൻ പോകുകയാ. ഇതുവരെ നിറയാത്ത ചിലർ നിറയാൻ പോകുകയാ. ഈ ആലയത്തിന്റെ അകത്ത് ദൈവശക്തി വ്യാപരിക്കുമ്പോൾ കാളച്ചന്ത ജംഗ്ഷനിലേക്ക് ശക്തി പുറപ്പെടട്ടെ. അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ദൈവശക്തിയുടെ വ്യാപാരം ഇവിടെ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. ക്രിസ്തുവിൽ ഇനി അടിമത്തമില്ല. ക്രിസ്തുവിൽ നീ സ്വതന്ത്രനാണ്. ക്രിസ്തുവിൽ നീ സ്വതന്ത്രനാണ്. ക്രിസ്തുവിൽ സ്വതന്ത്രനാണ്. നിന്നെ കൂച്ചുവലങ്ങിട്ട് ബന്ധിച്ച അടിമത്വ മേഖലകളെ യേശുവിന്റെ രക്തത്താൽ പൊട്ടിക്കുക. റബ ശഖ, റബ ശഖ, റബ ശഖ, റബ ഖാന. വർഷങ്ങളിലെ പ്രാർത്ഥന. പലരും വന്ന് ആലോചന പറഞ്ഞു, പലരും വന്ന് പ്രാർത്ഥിച്ചു, പലരും വന്ന് കൈവച്ചു. നിന്റെ വിടുതൽ അവിടെ വന്നില്ല. പക്ഷെ ഇന്ന് ഈ കാഴ്ചപ്പാട് നിന്റെ അകത്തേക്ക് കയറുമ്പോൾ നീ തന്നെ ജയിക്കാൻ പോകുകയാ. ഞാൻ ആരുമില്ലാത്തവളല്ല, ഞാൻ ആരുമില്ലാത്തവനല്ല, ഞാൻ ക്രിസ്തുവിലാ. ഇത്രയും നാൾ നീ വെയിറ്റ് ചെയ്തു ഒരു നന്മ അനുഭവിക്കാൻ പറ്റും. ഒത്തിരി കാത്തിരിപ്പിന് മറുപടി വന്നില്ല. ഇനി നിന്റെ ഊഴം തുടങ്ങാൻ പോകുകയാ. ഇന്ന് വരെ ഇരുന്ന പോലെ ഇനി ഇരിക്കണ്ട. വിശ്വസിക്ക്, ക്രിസ്തുവിൽ നീ ഒരു കഴുകനാണ്. യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. അവർ കഴുകന്മാരെ പോലെ. നിന്റെ വീട്ടിലുള്ള എല്ലാരും കഴുകനാകാൻ പ്രാർത്ഥിക്കണ്ട. നീ സഹോദര, നീ എന്ന ഒറ്റയാൾ, സഹോദരി, നീ എന്ന ഒറ്റയാൾ കഴുകനെ പോലെ ചിറകടിച്ച് കയറുക. സൗഖ്യമാകട്ടെ, സൗഖ്യമാകട്ടെ. എല്ലാ ആർത്രൈറ്റിസും സൗഖ്യമാകട്ടെ. എല്ലാ തൈറോയിഡിന്റെ രോഗങ്ങളും സൗഖ്യമാകട്ടെ. അലർജി രോഗങ്ങൾ സൗഖ്യമാകട്ടെ. കൊളസ്ട്രോളിന്റെ രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. തൈറോയിഡ് സൗഖ്യമാകട്ടെ. സ്കിൻ ഡിസീസുകൾ സൗഖ്യമാകട്ടെ. ക്രിസ്തുവിൽ സൗഖ്യമാകാം. പലരും പെന്തക്കോസിൽ വന്നു, അവർ ചിറകടിച്ച് താഴോട്ടാ പോയെ. നീ പെന്തക്കോസിൽ വന്നാൽ കഴുകന്മാരെ പോലെ ചിറകടിച്ച് ഇറങ്ങുമെന്നല്ല, ചിറകടിച്ച് കയറും. കയറോ, കയറോ. ചിറകൊന്നടിച്ചാൽ ഉയരത്തിലേക്ക്,
അതിന്റെ ശ്രദ്ധ ഉയരത്തില്ല, അതിന്റെ കാഴ്ച ഉയരത്തില്ല. ഹേ കഴുകന്മാരെ, സഹോദര, ഇയ്യോബിനോട് ദൈവം പറഞ്ഞു, പുല്ലു വെട്ടിയിട്ട് കൊടുത്താൽ കാട്ടുപോത്ത് വന്ന് തിന്നില്ല. വീട്ടിൽ വളർത്തുന്ന പശു തിന്നും, കാട്ടുപോത്തിന് നീ വെട്ടിയിട്ട് കൊടുക്കണ്ട. അതിന് വേണമെങ്കിൽ അത് തിന്നോളും. വിശ്വാസി, മറ്റൊരാൾക്ക് മുമ്പിൽ ചെന്ന് തരാവോ എന്ന് ചോദിച്ച് കെഞ്ചുന്ന കാര്യങ്ങൾ നിന്നു. ഹേ കാട്ടുപോത്തുകളെ, Raisikana Raiseke Shati തൊടുത്തു വിടുകയാണ് ഞാൻ ഈ അഭിഷേകത്തിന്റെ ദൂത്. പ്രവാചകൻ പ്രവചിച്ചു, ഞാൻ അവരെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നു. അവർക്ക് കാട്ടുപോത്തിന് തുല്യമായ ബലമുണ്ടായിരുന്നു. ശ്രദ്ധിക്ക്, ഈ ബലമുള്ളവനെ ആ കണ്ണു കെട്ടി മിസ്രൈമിലിട്ട് പന്ത് തട്ടിയത് ആരെ? കാട്ടുപോത്തിനെ. ഇന്ന് ആ കെട്ടിയ കണ്ണിന്റെ കെട്ട അഴിക്കുക. ഒരുത്തനും തിരിച്ചു പിടിച്ച് കെട്ടാൻ കഴിയാതെ വന്ന പുതിയ നിയമസഭ കാഴ്ചപ്പാട് കിട്ടിയവർ, കാഴ്ചപ്പാട് കിട്ടിയവർ അഭിഷേകത്തിൽ കയറണം. കാഴ്ചപ്പാട് കിട്ടിയവർ അധികാരത്തിൽ കയറണം. തളയ്ക്കാൻ കഴിയില്ല. ഈ ആഴ്ച നിന്റെ വീട്ടിലൊരു നന്മ വിളയാൻ പോവാ. നീ എന്ന ഒറ്റ വ്യക്തിയെ ബേസ് ചെയ്ത് നിന്നെ എതിരേറ്റ് വരാൻ പോകുക ഒരു വിടുതൽ. നിന്റെ വീട്ടിലുള്ള എല്ലാ ചാച്ചന്മാരെ നോക്കിയല്ല, നീ എന്ന ഒറ്റ വ്യക്തിയെ ബേസ് ചെയ്ത്, നിന്റെ കാഴ്ചപ്പാടിനെ ബേസ് ചെയ്ത്, ഈ വെളിപ്പാടിനെ ബേസ് ചെയ്ത്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്, ഞാൻ ക്രിസ്തുവിലാണ്. സഹോദരിമാരെ, സഹോദര, ഈ കാഴ്ചപ്പാട് കിട്ടിയ കേരളത്തിലെ ഭക്തന്മാർ പലരും വസ്തുവും കൂടി വിറ്റ് കൊടുത്തിരുന്നു ദൈവനാമത്തിന് വേണ്ടി. ഉള്ള പറമ്പ് എഴുതി കൊടുത്ത് സഭ പണിയാൻ വിശ്വാസത്തോടെ സ്റ്റെപ്പ് വെച്ചു. അവർക്കറിയാം ഞാൻ ക്രിസ്തുവില. ഇവിടുന്ന് പോയാൽ അവിടെ, ഇവിടെ നിന്നാൽ ദൈവരാജ്യത്തിന്, പോയാൽ അങ്ങോട്ട് ചേർന്ന് കരവുയർത്തിപ്പുറം. മരിക്കുന്നത് ലാഭം, ജീവിച്ച ക്രിസ്തുവിന്. പറ, ജീവിക്കുന്നുവെങ്കിൽ അത് ക്രിസ്തുവിന്, മരിച്ചാൽ അത് ലാഭ. പറ, ജീവിച്ചാൽ അത് ക്രിസ്തുവിന്, മരിച്ചാൽ ഒന്നുകൂടെ കൈ ഉയർത്തി പറ, അത് അത്യുത്തമ. ജീവിച്ചാൽ ഉത്തമം, മരിച്ചാൽ അത്യുത്തമം. ഹല്ലേലൂയ. ചേർന്ന് പറ, ഇനി ജീവിക്കുന്നത് ഞാനല്ല, എന്നിൽ ചേർന്ന് പറ, യേശുവിൻ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു, പിശാചേ, എനിക്ക് നഷ്ടപ്പെടാൻ ചേർന്ന് പറ, എൻ്റെ നിക്ഷേപ നിനക്ക് തൊടാൻ കഴിയാത്തിടത്തത്രേ. ചേർന്ന് പറ, പുഴുവും തുരുമ്പും ശേഷിപ്പിക്കുന്ന
സ്ഥലത്തല്ല, എൻ്റെ നിക്ഷേപ. പിശാചേ, ഹേ സാത്താനേ, നിനക്ക് തൊടാൻ കഴിയാത്ത സ്വർഗത്തിൽ. ഒന്ന് രണ്ട് പേർക്ക് കൈ കൊടുത്ത് പറ, എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, നീ കർത്താവിൻ കുഞ്ഞല്ലേ. പാട്ട് പാടാൻ പറയുന്നു. എൻ്റെ മുഖത്തോട്ട് നോക്കിയില്ല, തൊട്ടടുത്തിരിക്കുന്ന മുഖത്തോട്ട് നോക്കി, കർത്താവിൻ കുഞ്ഞല്ലേ, പാട്ട് പാടാൻ പറ. കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാ, എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർക്ക് ചിരിച്ചുകൊണ്ടാവുന്ന പാടാൻ പറ്റും? ക്രിസ്തുവിലാണെന്ന് ഉറപ്പുള്ളവർ എത്ര പേരുണ്ട്? ഇന്നൊരു അഭിഷേകം പകരാൻ പോവാ. വിനയ് സാറേ, ഇന്ന് വന്നതല്ല, കർത്താവ് കൊണ്ടുവന്നതാണ്. നിങ്ങളുടെ വീട് മൊത്തം പിടിക്കപ്പെടാൻ പോവാ. റിലേറ്റീവ്സിനെ കുലുക്കിയെടുക്കാൻ പോവാ കർത്താവ്. അച്ഛന്മാരെ പിടിക്കും കർത്താവ്. എഴുതി വെച്ചോ, പുരോഹിതന്മാരെ തൊടാൻ പോവാ ദയ്യം. ഇത്ര നല്ലിടയൻ, ഉത്തമ സ്നേഹിതൻ, നിത്യ രാജാവേ, കൂട്ടാളിയാണേ. ഇത്ര നല്ലിടയൻ, ഉത്തമ. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ കുഞ്ഞുങ്ങൾ പാട്ടുപാടും. എന്തിനീ ഭാരങ്ങൾ, എന്തിനീ വ്യാകുലം, കർത്താവിൻ. ലോകത്തിൽ താങ്ങുകേ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, ലോകത്തിൽ താങ്ങുകേ നീങ്ങിപ്പോയിടുമ്പോ, ലോകക്കാരെല്ലാരും കൈവേടിഞ്ഞിടുമ്പോ, സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോ, യൗസേപ്പിൻ ദൈവമേ കൂട്ടാളിയാണേ. സ്വന്തം സഹോദര തള്ളിക്കളയുമ്പോ, അന്ധകാരം ഭൂമി വ്യാപാരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ ശത്രുക്കളാകുമ്പോ, അന്ധകാരം ഭൂമി വ്യാപാരിച്ചിടുമ്പോ, രാജാക്കൾ നേതാക്കൾ. അഗ്നികുണ്ഡത്തിലോ സിംഹസൂരിയിലോ, ദാനിയേലിൻ ദൈവമേ കൂട്ടാളിയാണേ. അഗ്നികുണ്ഡത്തിലോ ക്രിസ്തീയ ജീവിതം, ക്രിസ്തീയ ജീവിതം, കഷ്ടങ്ങൾ വന്നാലോ, ആരാധനയുടെ ഇടയ്ക്കൊക്കെ ഈ കഷ്ടങ്ങൾ വന്നാലും നഷ്ടങ്ങൾ വന്നാലും എന്നൊക്കെ പാടുമ്പോൾ ഇടയ്ക്കൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി ചവിട്ടുകയും നൃത്തം ചവിട്ടുകയും ലയിച്ച് പാടുകയൊക്കെ ചെയ്യുന്നവരെ ശ്രദ്ധിച്ചോണം. മൊത്തം പിടിപോയതാ, ഇനി പോകാനൊന്നുമില്ല, എല്ലാം എതിരാണ്. ഒരിറ്റാശ്വാസം പറയാൻ ആരുമില്ല. പിന്നെ ഉള്ളത് കർത്താവിൻ. ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ, ഒത്തിരി ചിരിക്കുന്നവരെ ഓർത്തോണം, അവർ രഹസ്യത്തിൽ ഒത്തിരി കരയുന്നവരാണ്. യെസ് ഓർ നോ? അതുകൊണ്ട് അവർ ചങ്ക് പൊട്ടിയാ ചോദിക്കും, എന്നൂ നീ വന്നിടോ
എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ നോക്കി. ഇതിന് വേറെ വ്രതം വല്ലതും കണ്ടുപിടിക്കാം, വേറെ വല്ല വ്രതം മതി, ഇതാണ് മതി. ഇതിൽ ഉണ്ടല്ലോ സാമ്പാസ്, അതിനെ സ്വത്രം ചേർന്ന് പറ. ആമേ. എന്നു നീ വന്നിടോ, എപ്പോൾ നീ വന്നിടോ, എത്ര നാൾ നോക്കി ഞാൻ. കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞ കർത്താവ്. ഇന്ന് ചിരിച്ചുകൊണ്ട് കരയുന്നവരോ കരഞ്ഞുകൊണ്ട് ചിരിക്കുന്നവരോ ഇതിൻ്റെ അകത്തുണ്ടെങ്കിൽ നീ എഴുതി വെച്ചോ, ഈ സന്ദേശം നിനക്ക് വേണ്ടിയാ. ക്രിസ്തുവിൽ നീ ഒരു വിടുതൽ പിടിച്ചിരിക്കും. എല്ലാവരുടെയും കാര്യത്തിനായി നീ ഇനി ഓടണ്ട. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി എത്തിക്കഴിഞ്ഞോ. നിന്റെ മുഖത്തെ അവൻ മാനിക്കുമെന്ന് ഉറപ്പിക്കുന്നവർ എത്ര പേരുണ്ട്? എന്റെ കര ഉയർത്തി ഞാൻ പ്രവചിക്കുകയാ, ഒരു മനുഷ്യൻ തനിക്ക് ശുശ്രൂഷ ചെയ്യുന്ന മകനെ ആദരിക്കുന്നത് പോലെ ഞാൻ നിന്നെ ആദരിക്കാൻ പോകുകയാ. Yes, in the name of Jesus. അടുത്തടുത്ത് നിൽക്കുന്നവരെല്ലാം ചേർന്ന് കരങ്ങളെ കോർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചാട്ടെ. ശബ്ദമുയർത്തി ശബ്ദമുയർത്തി പകർച്ച പകർച്ച കുറച്ചുകൂടെ ശബ്ദമുയർത്തി. നിന്റെ കൈക്ക് പിടിച്ചിരിക്കുന്ന വ്യക്തി ക്രിസ്തുവിലാണ്, ക്രിസ്തുവിലാണ്. ശബ്ദമുയർത്തി
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നോട് വ്യക്തമായി സംസാരിക്കുന്ന ആലോചന ഞാൻ ഈ പൊതുസഭ കേൾക്കാൻ നിങ്ങൾക്ക് കൈമാറുകയാണ്. കടലിൻ്റെ നടുവിൽ കൂടി നടന്നു വന്ന് അലയുന്ന പടകിൽ നടന്നു വന്ന് സമാധാനമെന്ന് പറഞ്ഞ് സ്വസ്ഥത വരുത്തിയവനാണ് യേശു. അത് കണ്ടവനാണ് പത്രോസ്. വെള്ളത്തിൻ്റെ മുകളിൽ നിന്നവനാണ് പത്രോസ്. പക്ഷെ അവൻ്റെ മിനിസ്ട്രിയിൽ അവൻ കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടിട്ടില്ല. വെള്ളത്തിൽ ഒരു രാപ്പകൽ ചെലവഴിച്ചിട്ടില്ല. അറിയുക, യേശുവിൻ്റെ കൂടെ നടന്നവൻ ഈ പ്രതിസന്ധി വന്നില്ല. പക്ഷെ ആത്മാവിൽ നടന്ന പൗലൂസ് എഴുതി, ഞാൻ ഒരു രാപ്പകൽ വെള്ളത്തിൽ ചെലവഴിച്ചു, കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു. കൂടെ നടന്നവന് കിട്ടാത്ത പ്രതിസന്ധി ആത്മാവിൽ നടക്കുന്നവന് കിട്ടുമ്പോൾ ഓർത്തോണം, ഓരോരുത്തരുടെ അഭിഷേകത്തിൻ്റെ ലെവൽ അനുസരിച്ച പ്രതിസന്ധിയുടെ ആഴം ഉയർന്നു വരുന്നേ. നിന്റെ അടുത്ത് നിൽക്കുന്നവൻ ഫ്രീയാ, നീ ഫ്രീ അല്ല. കാര്യം നിനക്ക് അത്രയും പ്രതികൂലമുണ്ട്. നീ പ്രാർത്ഥിക്കും തോറും എന്താ പ്രതികൂലം വർദ്ധിക്കുന്നേ? നിനക്കിത് സംഭവിച്ചാൽ നീ പിടിച്ചു നിൽക്കും. നിനക്ക് ഈ പ്രതികൂലം വന്നാൽ നീ പിടിച്ചു നിൽക്കും. മറ്റൊരാൾക്ക് അത് വന്നാൽ അത് പിടിച്ചു നിൽക്കില്ല. അവൻ സൂയിസൈഡ് ചെയ്യും, അവൻ പിന്മാറ്റത്തിൽ പോകും. നിനക്ക് വന്നാൽ നീ പോകില്ല. എന്തു വന്നാലും ശരി, എനിക്കൊരു വിളിയുണ്ടെന്നുള്ള ഉറപ്പിൽ നീ നൃത്തം ചെയ്യോ. ആത്മാവിൽ നടക്കുന്നവരെ Yes or no? Yes or no? അലയുന്ന പടകിൽ വിടുതലയച്ചത് അനുഭവിച്ച പത്രോസിന്റെ മിനിസ്ട്രിയിൽ കപ്പൽ ഛേദം വന്നാൽ അവൻ പിടിച്ചു നിൽക്കും. അനുഭവമുണ്ട്. പക്ഷെ പൗലൂസ് കപ്പൽ ഉടമസ്ഥന്റെ മകനാ. ഇതുവരെ അനുഭവിക്കാത്തത് അവന്റെ ലൈഫിൽ വന്നപ്പോൾ അവൻ തുറന്നടിച്ചു. ജീവനാകട്ടെ, മരണമാകട്ടെ, ഇപ്പോഴുള്ളതാകട്ടെ, വരുവാനുള്ളതാകട്ടെ, ഉയരത്തിനാകട്ടെ, ആഴത്തിനാകട്ടെ, ദൂതന്മാർക്കാകട്ടെ, വാഴ്ചകൾക്കാകട്ടെ, അധികാരങ്ങൾക്കാകട്ടെ, മറ്റ് യാതൊരു സൃഷ്ടിക്കും എന്നെ തൊടാൻ കഴിയില്ല. എന്നെ തൊടാൻ കഴിയില്ല. ഞാൻ ക്രിസ്തുവിലാണ്. എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവാണ്. എന്റെ തല ഈർച്ചവാള് കൊണ്ട് അറുത്തു മുറിച്ചാൽ ഞാൻ എഴുതി വെക്കോ, ഞാൻ നല്ല പോർ പൊരുതി, ഞാൻ ഓട്ടം. സഹോദര, ഓരോരുത്തരോട് ഞാൻ പ്രവചിക്കാൻ പോവാ. ഭയങ്കര പ്രതിസന്ധിയെ ഫേസ് ചെയ്യുന്നവരിൻ്റെ അകത്തുണ്ട്. എന്നേക്കാൾ കൂടുതൽ അഭിഷേകം നിങ്ങൾക്കുള്ളത് കൊണ്ടാണ് എന്നേക്കാളും വലിയ പ്രതിസന്ധിയെ നിങ്ങൾ ഫേസ് ചെയ്യുന്നത്. സമ്മതിച്ചു കൊടുക്കാൻ എത്ര പേർ തയ്യാറുണ്ട്? അമ്മ സാഖ, എല്ലാവർക്കും ചെങ്കടലില്ല, മോശയ്ക്കേ ഉള്ളൂ. എല്ലാവർക്കും യോർദാനില്ല. ഒന്നുകിൽ ജോഷുവയായിരിക്കണം, ഇല്ല ഏലിയാവായിരിക്കണം, ഇല്ല യേശു ആയിരിക്കണം. എന്നെ ആമേനെന്ന് പറയാത്ത മീൻസ് ഏലീശയായിരിക്കണം. ചേർന്ന് പറ ആമേ. എല്ലാവർക്കും എരിഹോവില്ല, അത് കൃപയുള്ള ജോഷുവയ്ക്കാണ്. ചേർന്ന് പറ ആമേ. എന്താ നിങ്ങൾക്ക് മാത്രം ഇങ്ങനെ? ആ ഗോൾഡർ ഒന്ന് പിടിച്ചേ. ഗമയോടെ പറ, ഇച്ചിരി കൂടുതലാണ് നിയോഗവും. കയ്യിലിരിപ്പ് കൊണ്ട് വരുന്ന പ്രതിസന്ധിയുടെ കാര്യമല്ല പറഞ്ഞേ. നാവ് ദോഷം കൊണ്ട് വരുന്ന പ്രതികൂലത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. ഡിക്ഷണറിയിൽ ഇല്ലാത്ത വേർഡ് പറയുമ്പോൾ പിശാച് തരുന്ന സമ്മാനത്തിന്റെ കാര്യമല്ല പറഞ്ഞേ. സുവിശേഷം നിമിത്തം നിനക്ക് വരുന്ന പ്രതിസന്ധികൾ മുഴുവൻ അഭിഷേകം കൈകാര്യം ചെയ്തോളൂ. എത്ര പേർ അഭിഷേകത്തിൽ കയറാൻ ആഗ്രഹമുണ്ട്? അല്പസമയം കരങ്ങൾ അടിച്ച് അന്യഭാഷകളിൽ ദൈവത്തെ സ്തുതിക്കുക. കരങ്ങൾ അടിച്ച് കമാൻ അന്യഭാഷകളിൽ
പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഈ ജനത്തിനായി അടിയൻ പ്രാർത്ഥിക്കുന്നു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല. ഞങ്ങൾ ക്രിസ്തുവിലാകയാൽ സ്തോത്രം. ഇപ്പോൾ തന്നെ ഈ ജനത്തെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഈ ജനത്തിൻ്റെ മേൽ ക്രിസ്തുവിലുള്ള വിടുതൽ പകർന്നാട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ, യേശുവിൻ നാമത്തിൽ തന്നെ. വൺസ് മോർ, യേശുവിൻ നാമത്തിൽ തന്നെ.